ഹലോ ഡിയർ സ്റ്റുഡൻസ്, ഗ്യാൻ ഇന്ത്യ ലേണിംഗ് അക്കാഡമി ഒരുക്കുന്ന മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷനിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഓക്കെ, ഇന്ന് നമ്മൾ എക്സാമിനായിട്ട് വരുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് മോഡൽ ക്വസ്റ്റ്യൻസ് ആണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. എങ്ങനെയാണ് നമ്മൾ ഈസി ആയിട്ട് ആൻസറിലേക്ക് എത്തിപ്പെടേണ്ടതെന്നുള്ള കുറേ ട്രിക്സും ഞാൻ ഈ സെഷനിലൂടെ എല്ലാവർക്കും പറഞ്ഞു തരുന്നുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും കൃത്യമായിട്ട് ക്വസ്റ്റ്യൻസും ആൻസേഴ്സും കൃത്യമായിട്ട് മനസ്സിലാക്കുക, അതിനനുസരിച്ച് ചെയ്ത് പോവുക. ഓക്കെ, ഈ മോഡൽ ക്വസ്റ്റ്യൻസ് ടെക്സ്റ്റ് ബുക്കിലോ അല്ലാതെ ഗൈഡിലോ കാണുകയാണെങ്കിൽ ചെയ്ത് തീർക്കാൻ മറക്കണ്ട. എല്ലാ ക്വസ്റ്റ്യൻസും മാറി മാറി ചെയ്തുകൊണ്ടിരിക്കുക. ഓക്കെ, നമുക്കപ്പോൾ സമയം കളയാതെ നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് നമുക്ക് പോവാം. ഓക്കെ, കമോൺ. അപ്പോൾ 6th സ്റ്റാൻഡേർഡിലെയാണ്, എല്ലാ കുട്ടികളും ശ്രദ്ധിച്ചിരിക്കുക. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? ആംഗിൾ ഓഫ് ദി ഷെയ്ഡഡ് പോർഷൻ ഓഫ് എ ഫിഗർ ഈസ് 40 ഡിഗ്രി. നമ്മൾക്കിപ്പോൾ ഒരു ഫിഗർ തന്നിട്ടുണ്ട് അല്ലേ, ഇവിടെ ഒരു ഫിഗർ തന്നിട്ടുണ്ട്. ആ ഫിഗറിൻ്റെ ഷെയ്ഡഡ് പോർഷൻ തന്നു, അത് 40 ഡിഗ്രിയാണ്. ഓക്കെ, ഈ ഒരു ഷെയ്ഡഡ് പോർഷൻ ഇവിടെ കാണുന്നുണ്ടല്ലോ, 40 ഡിഗ്രി തന്നിട്ടുണ്ട്. നമ്മളോട് ചോദ്യം 3 ചോദ്യങ്ങൾ അഡ്ജോയിനിങ് ആയിട്ട് തന്നിട്ടുണ്ട്. മൂന്ന് ചോദ്യങ്ങൾ. ആദ്യത്തെ ചോദ്യം എന്താണ്? വാട്ട് ഈസ് ദ ആംഗിൾ ഓഫ് ദി അൺഷെയ്ഡഡ് പോർഷൻ? അൺഷെയ്ഡഡ് ആയിട്ടുള്ള പോർഷൻ്റെ ആംഗിൾ എത്രയാണ് എന്നുള്ള ചോദ്യം ആദ്യത്തെ ചോദ്യം. രണ്ടാമത്തെ ചോദ്യം, വിച്ച് പാർട്ട് ഓഫ് ദി സർക്കിൾ ഈസ് ഷെയ്ഡഡ് പാർട്ട് ഓഫ് ദി സർക്കിൾ എന്താണ് അതിനൊരു പേരുണ്ടോ? ആ പേരെന്താണ് എന്നാണ് രണ്ടാമത്തെ ചോദ്യം. മൂന്നാമത്തെ ചോദ്യം എന്താണ്? വിച്ച് പാർട്ട് ഓഫ് ദി സർക്കിൾ ഈസ് അൺഷെയ്ഡഡ്? ഷെയ്ഡഡ് അല്ലാത്ത പാർട്ടിൻ്റെ പേരെന്ത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്ക് തന്നിരിക്കുന്ന സർക്കിൾ നോക്കൂ, എല്ലാവരും ശ്രദ്ധിക്കുക. നമുക്ക് തന്നിരിക്കുന്ന സർക്കിൾ കണ്ടോ, ഇങ്ങനൊരു സർക്കിൾ തന്നിരിക്കുന്നു. ചെറിയൊരു പോർഷൻ കൺസിഡർ, ഒരു പിസയാണെന്ന് കൺസിഡർ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഒരു പാർട്ടങ്ങ് എടുത്ത് തീർത്തു. പിസയിൽ പാർട്ട് എടുക്കുന്നത് എങ്ങനെയാണ്? ഒരു ചെറിയൊരു ആർക്ക് ഷേപ്പ് അല്ലേ, ആർക്കല്ലേ, ഒരു ആർക്കായിട്ട് ഒരു ചെറിയ 40% എടുത്തങ്ങ് മാറ്റി. അപ്പോൾ വലിയൊരു പോർഷൻ അവിടെ ബാക്കി നിൽക്കുക. ഇങ്ങനെ ഒരു സർക്കിൾ വരയ്ക്കുന്നു. ആ സർക്കിളിനെ നമുക്ക് ഒരു ആർക്കിൻ്റെ ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കുന്നു. ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുന്ന മൈനർ ആർക്ക് എന്ന് പറയുന്നത് ചെറിയ ആർക്കാണിത്. ചെറുതാണെങ്കിൽ ഇതിനെ നമ്മൾ പറയുന്നതാണ് എന്ത്? മൈനർ ആർക്ക് അല്ലേ, മൈനർ ആർക്ക് എന്നാണ് നമ്മൾ അതിനെ പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഇത്രയും വലിയ പോർഷൻ, അതായത് എടുത്ത ഷെയ്ഡഡ് അല്ലാത്ത പോർഷന് നമ്മൾ എന്ത് പറയുന്നു? നമ്മൾ എന്തായിരിക്കും പറയുക? മേജർ ആർക്ക് അല്ലേ. വെരി ഗുഡ്, മേജർ ആർക്ക് എന്നാണ് നമ്മൾ പറയാം. മൈനർ ആർക്കും മേജർ ആർക്കും മനസ്സിലായല്ലോ. അപ്പോൾ നിങ്ങൾക്കൊരു സംശയം വരാം, അങ്ങനെയാണെങ്കിൽ സെഗ്മെൻറ്റ് എന്താണെന്നുള്ളത്. സെഗ്മെൻറ്റ് എന്തായിരിക്കും വരിക? ഒരു സർക്കിൾ വെച്ച് ആർക്ക് സെഗ്മെൻറ്റ് ആരും മാറിപ്പോരുത്. ഇങ്ങനൊരു വര വരച്ചു, 2 പോയിൻറ്റ്സ് തമ്മിൽ കൂട്ടിക്കൊണ്ടൊരു വര വരച്ചു. ഇതിനെയാണ് നമ്മൾ സെഗ്മെൻറ്റ് എന്ന് പറയുന്നത്. സർക്കിൾ ഏത് ഭാഗത്തും ആയിക്കോട്ടെ, ഇങ്ങനെയായാലും ഇത് സെഗ്മെൻ്റാണ് എന്ന് ഓർക്കുക. ഈ രീതിയിൽ വരുന്ന സമയത്ത് അത് ആർക്കാണ് എന്ന് ഓർക്കുക. ഓക്കെ, അതെല്ലാവർക്കും മനസ്സിലായല്ലോ, ആർക്ക് ഏതാണ് എന്നുള്ളത് മനസ്സിലായല്ലോ. അങ്ങനെയാണെങ്കിൽ നമുക്ക് അൺഷെയ്ഡഡ് പോർഷനെ ബാക്കി ഉള്ള ആംഗിൾ എത്രയാണെന്നാണ് നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞത്. ഓക്കെ, ഷെയ്ഡഡ് പോർഷൻ്റെ തന്നു 40 ഒരു സർക്കിളിൻ്റെ കംപ്ലീറ്റ് ആംഗിൾ ഒരു സർക്കുലർ ലെവലിലാണ്. സർക്കിളാണെങ്കിൽ കംപ്ലീറ്റ് ആംഗിൾ എത്രയായിരിക്കും? 180 ആണോ 360 ആണോ? കുട്ടികൾ പറയൂ, 180 ആണോ 360 ആണോ? 360 ആണല്ലേ, വെരി ഗുഡ്, 360 ആണ്. 360 ഡിഗ്രിയാണ് ഒരു കംപ്ലീറ്റ് സർക്കിൾ എന്ന് പറയുമ്പോൾ. 360 ഡിഗ്രി അഥവാ 360 ഡിഗ്രിയാണ് ഒരു കംപ്ലീറ്റ് സർക്കിൾ. നമ്മൾക്കിവിടെ തന്നിരിക്കുന്നത് എത്ര? 40%, 40 ഡിഗ്രിയാണ് എന്ത്? ഷെയ്ഡഡ് പോർഷൻ്റെത് 40 ഡിഗ്രിയാണ് ഷെയ്ഡഡ് പോർഷൻ്റെ. അപ്പോൾ നമ്മളോട് അൺഷെയ്ഡഡ് ആയിട്ടുള്ളത് എത്രയാണെന്നാണ് ചോദിച്ചത്. അൺഷെയ്ഡഡ് പോർഷൻ്റെ എത്രയാണെന്നാണ് ചോദിച്ചത്. അങ്ങനെയാണെങ്കിൽ എങ്ങനെ നമ്മൾ ഫൈൻഡ് ചെയ്യുക? അൺഷെയ്ഡഡ് പോർഷൻ്റെ എങ്ങനെയാണ് നമ്മൾ ഫൈൻഡ് ചെയ്യുക? 360 ഡിഗ്രിയോട് നമ്മൾ എന്ത് ചെയ്യുന്നു? 40 ഡിഗ്രി നമ്മൾ സബ്സ്ട്രാക്റ്റ് ചെയ്യുന്നു. 40 ഡിഗ്രി നമ്മൾ സബ്സ്ട്രാക്റ്റ് ചെയ്യുമ്പോൾ കിട്ടുന്ന ആൻസർ ആയിരിക്കും അൺഷെയ്ഡഡ് പോർഷൻ അഥവാ മേജർ ആർക്കിൻ്റെ ആംഗിൾ ഡിഗ്രി എത്രയാണെന്നുള്ളത്. എത്രയായിരിക്കും ആൻസർ വരുന്നത്? 360 ഡിഗ്രിയോട് 40 ഡിഗ്രി കുറയ്ക്കുന്ന സമയത്ത് എത്രയായിരിക്കും നമുക്ക് ആൻസർ കിട്ടുക? 320 ഡിഗ്രി അല്ലേ. 320 ഡിഗ്രി ആയിരിക്കും മേജർ ആർക്കിൻ്റെ ലെങ്ത്, അതായത് അൺഷെയ്ഡഡ് പോർഷൻ്റെ ആംഗിൾ ലെങ്ത് എന്ന് പറയുന്നത് എത്രയായിരിക്കും? 320 ഡിഗ്രി അല്ലെങ്കിൽ
320 ഡിഗ്രി ആയിരിക്കും. ഓക്കെ, പിന്നെ നമ്മൾ നേരത്തെ കണ്ടു എന്താണ് വിച്ച് പാർട്ട് ഓഫ് ദി സർക്കിൾ ഈ ഷെയ്ഡഡ് പാർട്ടിന് നമ്മൾ പറയുന്ന ഒരു പേരുണ്ട്. എന്താണ് ആ പേര് പറയുന്നത്? ഷെയ്ഡഡ് പാർട്ടിന് നമ്മൾ പറയുന്ന പേരെന്താണ്? നേരത്തെ ഞാൻ പറഞ്ഞു തന്നു. എന്താണ്? മൈനർ ആർക്ക് അല്ലേ? മൈനർ ആർക്ക് ആണ്. അങ്ങനെയാണെങ്കിൽ അൺഷെയ്ഡഡ് പോർഷൻ പറയുന്ന പേരെന്താണ്? അൺഷെയ്ഡഡ് പോർഷൻ, ഇതാണ് അൺഷെയ്ഡഡ് പോർഷൻ പറയുന്ന പേരെന്താണ്? മേജർ ആർക്ക് ആണല്ലേ? മേജർ ആർക്ക് 360 ഡിഗ്രി ഉണ്ട്. അപ്പോൾ 180 ഡിഗ്രിയേക്കാളും താഴെ ആണ് സർക്കിളിലെ ആംഗിൾ അല്ലെങ്കിൽ ആർക്ക് വരുന്നതെങ്കിൽ അത് മൈനർ ആർക്ക് ആയിരിക്കും. അഥവാ 180 ഡിഗ്രിയേക്കാൾ കൂടുതലായിട്ടുള്ള ഒരു ആർക്ക് ലെങ്ത് ആണ് തന്നിട്ടുള്ളതെങ്കിൽ അത് മേജർ ആർക്ക് ആയിരിക്കും എന്ന് ഓർമ്മിച്ച് വെക്കുക. ആ ആർക്കിൻ്റെ കൺസെപ്റ്റ് എല്ലാവരും ഒന്നും കൂടെ റിപ്പീറ്റ് അടിച്ച് മനസ്സിലാക്കാൻ ശ്രമിക്കുക. ഓക്കെ, എല്ലാവർക്കും മനസ്സിലായല്ലോ? ആർക്ക് എന്താണെന്നുള്ളത് മനസ്സിലായല്ലോ? അതേപോലെ മേജർ ആർക്കും മൈനർ ആർക്കും കാണേണ്ട രീതി എല്ലാവർക്കും മനസ്സിലായെന്ന് പ്രതീക്ഷിക്കുന്നു. ഓക്കെ, അപ്പോൾ എങ്ങനെയാണ് സബ്സ്ട്രാക്ട് ചെയ്തിട്ടാണ് നമ്മൾ ആൻസറിലേക്ക് എത്തിപ്പെട്ടത്? ആർക്ക് സെഗ്മെൻറ്റ് കൺഫ്യൂഷനായി പോവാതിരിക്കുക. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമ്മൾ പോവുകയാണ്. ഈ ക്വസ്റ്റ്യൻ എല്ലാവരും ആർക്കിൻ്റെ കൺസെപ്റ്റ് മനസ്സിലാക്കി വെക്കുക. ഓക്കെ, അപ്പോൾ നമ്മൾ അടുത്ത ക്വസ്റ്റ്യൻ, രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നമുക്ക് കുറച്ച് ഒരു ആംഗിളായിട്ട് 3-4 ലൈൻസ് സെഗ്മെൻറ്റ് ചെയ്ത് തന്നിട്ടുണ്ട്. ഓക്കെ, ചോദ്യം എന്താണ്? ഇൻ ദി ഫിഗർ ആംഗിൾ DOC ഈസ് ട്വൈസ് ആംഗിൾ BOC. ആംഗിൾ DOC, അതായത് DOC ഈ ഒരു ആംഗിൾ DOC എന്ന ആംഗിൾ BOCയുടെ ട്വൈസ് ആണ്. അതായത് ആംഗിൾ DOC equal to twice 2 times the angle BOC. അതാണ് ആദ്യത്തെ കണ്ടീഷൻ തന്നിരിക്കുന്നത്. ആകെ തന്നിരിക്കുന്ന കണ്ടീഷൻ അതാണ്. നമ്മളോട് കാണാൻ പറഞ്ഞു. എന്താണ് കാണാൻ പറഞ്ഞത്? വാട്ട് ഈസ് ദ മെഷർ ഓഫ് ആംഗിൾ DOC എന്ന ആംഗിളിൻ്റെ മെഷർ എന്താണ്? ട്വൈസ് ആണെന്ന് പറഞ്ഞു. ട്വൈസ് ആണെങ്കിൽ എത്രയായിരിക്കും വരിക? 2 times ആംഗിൾ BOC ഓൾറെഡി തന്നിട്ടുണ്ട്. എത്രയാണ് നമുക്ക് തന്നിട്ടുള്ളത്? ആംഗിൾ BOC തന്നിട്ടുള്ളത് എത്രയാണ്? 36 ഡിഗ്രിയാണ് തന്നിട്ടുള്ളത് അല്ലേ? 2 times 36 ഡിഗ്രിയാണ് എന്ത്? ആംഗിൾ DOCയുടെ ലെങ്ത്ത്, വിച്ച് ഈസ് ഈക്വൽ ടു 2 times 36 വിച്ച് ഈസ് ഈക്വൽ ടു 72 ഡിഗ്രി. സിമ്പിളായിട്ട് നമ്മൾ 72 ഡിഗ്രിയാണ് ആംഗിൾ DOC എന്നത് നമ്മൾ മനസ്സിലാക്കി. സിമ്പിളായിട്ടുള്ളൊരു ലോജിക്കല്ലേ? 2 times എന്ന് പറഞ്ഞ് 2 times നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുന്നു, ആൻസർ കിട്ടി. ഓക്കെ, അങ്ങനെയാണെങ്കിൽ രണ്ടാമത്തെ ചോദ്യം, ബി ചോദ്യം എന്താണ് ചോദിച്ചിട്ടുള്ളത്? വാട്ട് ഈസ് ദ മെഷർ ഓഫ് ആംഗിൾ AOE? ഈ ഒരു ആംഗിളിൻ്റെ മെഷറാണ് അടുത്തത് നമ്മളോട് ചോദിച്ചിട്ടുള്ളത് അല്ലേ? ഈ ഒരു ആംഗിളിൻ്റെ മെഷറാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. ഈ ഒരു ആംഗിളിൻ്റെ മെഷർ നമ്മൾ എങ്ങനെയാണ് കാണുക? ഈ ഒരു ഫിഗർ നോക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കുന്ന കാര്യം എന്താണ്? ആക്ച്വലി ആംഗിൾ BOD, ശ്രദ്ധിക്കുക, ആംഗിൾ BOD എന്ന് പറയുന്നത് ആംഗിൾ AOEയുടെ ഒരു ലീനിയർ പെയർ അല്ലേ? ഒന്നുകൂടെ പറയാം, ആംഗിൾ BOD എന്ന് പറയുന്നത് ആംഗിൾ AOEയുടെ ഒരു ലീനിയർ പെയർ ആണ്. അതെ, ഏതാണ്? അങ്ങനെ പറഞ്ഞാൽ എന്താണ് അതിനർത്ഥം? ഇതേ ആംഗിൾ BODക്ക് കിട്ടുന്ന അതേ ആംഗിൾ ആയിരിക്കും ആംഗിൾ AOEയുടെ ആംഗിളും. ലീനിയർ പെയർ കൺസെപ്റ്റ് അറിയുന്നതാണല്ലോ. അങ്ങനെയാണെങ്കിൽ ആംഗിൾ AOE എന്തായിരിക്കും? 36 + 72 എന്താണോ അത് തന്നെയാണ് AOE, ആംഗിൾ AOE അല്ലേ? അങ്ങനെയാണെങ്കിൽ നമുക്ക് എങ്ങനെ അത് കണ്ടുപിടിക്കാൻ കഴിയും? വിച്ച് ഈസ് ഈക്വൽ ടു B ആണ് B ആണ് നമ്മൾ കണ്ടുപിടിക്കും. B ആംഗിൾ AOE will be equal to angle BOD which is linear pair ആണ്. ആംഗിൾ BOD എന്താണ്? ആംഗിൾ BODക്ക് നമ്മൾ എങ്ങനെ എഴുതാൻ പറ്റും? ഏത് രണ്ട് ആംഗിളും കൂടെ ചേരുമ്പോഴാണ് ആംഗിൾ BOD ആവുന്നത്? ആംഗിൾ BOC പ്ലസ് ആംഗിൾ COD അല്ലേ? CODയും അല്ലെങ്കിൽ DOCയും
ആംഗിൾ DOC, ആ രണ്ട് ആംഗിളും കൂടെ കൂടുമ്പോഴാണ് എന്ത് കിട്ടുന്നത്? ആംഗിൾ BOD കിട്ടുന്നത്. വിച്ച് ഈസ് ഈക്വൽ ടു, അങ്ങനെയാണെങ്കിൽ ആൻസറിലേക്ക് നമുക്ക് എങ്ങനെ പോകാൻ പറ്റും? രണ്ട് ആംഗിളിൻ്റെയും ലെങ്ത്ത് തന്നിട്ടുണ്ട് ഓൾറെഡി. എങ്ങനെയാണ്? അപ്പോൾ ആംഗിൾ BOC എന്ന് പറയുന്നത് 36 ഡിഗ്രിയും ആംഗിൾ BOC എന്ന് പറയുന്നത് 36 ഡിഗ്രിയും ആംഗിൾ DOC എന്ന് പറയുന്നത് 72 ഡിഗ്രിയുമാണ്. വിച്ച് ഈസ് ഈക്വൽ ടു എത്രയായിരിക്കും ആൻസർ വരിക? 108 ഡിഗ്രി ആയിരിക്കും അല്ലേ? ഈ രണ്ട് ആംഗിളും കൂടെ കൂട്ടുന്ന സമയത്ത്, ഈ രണ്ട് ആംഗിളും കൂടെ മൾട്ടിപ്ലൈ ചെയ്യുന്ന സമയത്ത് 108 ഡിഗ്രിയാണ് ആൻസർ കിട്ടുന്നത്. അതേ ആംഗിളിൻ്റെ ലീനിയർ പെയർ ആണ് ആംഗിൾ AOE അല്ലേ? അത് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ആംഗിൾ AOE എന്ന് പറയുന്നത് അതേ ആംഗിളിൻ്റെ ലീനിയർ പെയർ ആയിട്ടുള്ള കാര്യമാണ്. ലീനിയർ പെയർ ആകുമ്പോൾ ആംഗിൾ AOEയും ആംഗിൾ BODയും സെയിം ലെങ്ത് ആയിരിക്കും. രണ്ടിൻ്റെയും ആംഗിൾ സെയിം ആയിരിക്കും. വിച്ച് ഈസ് ഈക്വൽ ടു 108 ഡിഗ്രി തന്നെ ആയിരിക്കും നമ്മളോട് ചോദിച്ചിരിക്കുന്ന ആംഗിൾ AOEയുടെ ലെങ്ത്തും. സിമ്പിൾ അല്ലേ? ലീനിയർ പെയർ കൺസെപ്റ്റ് കൃത്യമായിട്ട് അറിഞ്ഞിട്ടുണ്ടോ എന്നാണ് നമ്മളോട് ഇവിടെ ചോദിച്ചിട്ടുള്ളത്. ലീനിയർ പെയർ ഏതൊക്കെയാണെന്ന് മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. ആരും ഇത് വിട്ടുകളയരുത്. ഓക്കെ, ഈ ഒരു രീതിയിൽ ലീനിയർ പെയർ കണ്ടുപിടിച്ച് നമ്മൾ നേരെ ഈ ആംഗിളിലേക്ക് കൊടുത്തു. അല്ലാതെ നമുക്ക് കണ്ടുപിടിക്കുക യാതൊരു മാർഗ്ഗവുമില്ല അല്ലേ? അതേപോലെ നമ്മൾ കണ്ടുപിടിച്ചു. നമുക്കിതിൻ്റെ C ക്വസ്റ്റ്യനിലേക്ക് പോവാം. C ക്വസ്റ്റ്യൻ എന്താണ് ചോദിച്ചിട്ടുള്ളത്? ഫൈൻഡ് ദ മെഷർ ഓഫ് ആംഗിൾ AOD. AOD കണ്ടുപിടിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ആംഗിൾ AOD, ആംഗിൾ AOD, ഈ ആംഗിൾ കണ്ടുപിടിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. നമ്മൾ ഓൾറെഡി ഫൈൻഡ് ചെയ്ത് വെച്ച കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഇവിടെ 36 ഡിഗ്രി, ആംഗിൾ BOC ഈസ് 36 ഡിഗ്രി അല്ലേ? അതേപോലെ തന്നെ ആംഗിൾ COD നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചു. എത്രയാണ്? 72 ഡിഗ്രിയാണ്. ഇത് രണ്ടും കൂടെ ചേർന്ന് ആംഗിൾ BOD നമ്മൾ കണ്ടുപിടിച്ചു. എത്രയാണ്? 108 ഡിഗ്രിയാണ് അല്ലേ? 108 ഡിഗ്രിയാണ്. ഇത് രണ്ടും കൂടെ ആഡ് ചെയ്യുകയാണ് ചെയ്തിട്ടുള്ളത് അല്ലേ? 108 ഡിഗ്രിയാണ്. അങ്ങനെയാണെങ്കിൽ ആംഗിൾ AOD എന്താണ് പറയുന്നതെന്നാണ് ചോദിക്കുന്നത്. ഒരു ലൈനാണ് തന്നിരിക്കുന്നത്, ഒരു സെഗ്മെൻ്റാണ് തന്നിരിക്കുന്നത്. AB എന്നൊരു ലൈനാണ്. AB എന്നൊരു ലൈനാണെങ്കിൽ മാക്സിമം അതിന് 180 ഡിഗ്രിയേ ഉണ്ടാവൂ എന്നൊരു കാര്യം നമുക്ക് കൃത്യമായിട്ട് അറിയാം അല്ലേ? 180 ഡിഗ്രിയാണ് ടോട്ടൽ ലെങ്ത്ത് അല്ലേ? വെർട്ടിക്കലായിട്ട് പോകുന്ന സമയത്ത് അതിൻ്റെ എന്താണ് വരുന്നത്? 180 ഡിഗ്രിയാണ് വരുന്നത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ആംഗിൾ AOD, ഈ ഒരു ആംഗിൾ മാത്രം എങ്ങനെ ഫൈൻഡ് ചെയ്യാൻ പറ്റും? ആംഗിൾ AODയെ മാത്രമായിട്ട് എങ്ങനെ ഫൈൻഡ് ചെയ്യാൻ പറ്റും? ആംഗിൾ AOD ഈക്വൽ ടു ടോട്ടൽ നമ്മൾക്കറിയാം എത്രയാണ്? 180 ഡിഗ്രിയാണ് അല്ലേ? 180 ഡിഗ്രി മൈനസ് 180 ഡിഗ്രിയോട് ഈ രണ്ട് ആംഗിളുകളുടെയും സമ്മ് മൈനസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആംഗിൾ AOD കിട്ടിയില്ലേ? AB എന്നത് 180 ഡിഗ്രിയാണ്. കംപ്ലീറ്റ് ആയിട്ട് 180 ഡിഗ്രി ആയിട്ട് വരുന്നു. അങ്ങനെയാണെങ്കിൽ AOD എന്ന് പറയുന്നത് കൃത്യമായിട്ട് 180യോട് 108 ഡിഗ്രി, അതായത് ഈ രണ്ട് ആംഗിളിൻ്റെയും സമ്മ് മൈനസ് ചെയ്യുന്നു, സബ്ട്രാക്ട് ചെയ്യുന്നു. വിച്ച് ഈസ് ഈക്വൽ ടു 108 ഡിഗ്രി. അങ്ങനെയാണെങ്കിൽ 180 ഡിഗ്രിയോട് 108 ഡിഗ്രി നമ്മൾ സബ്സ്ട്രാക്റ്റ് ചെയ്യുന്ന സമയത്ത് കിട്ടുന്ന ആൻസറാണ് നമ്മളുടെ ആംഗിൾ AOD എന്ന് പറയുന്നത്. കൃത്യമായിട്ട് മനസ്സിലായല്ലോ? 180 ഡിഗ്രിയോട് നമ്മൾ മൈനസ് ചെയ്യുക എന്നാണ്. അങ്ങനെയാണെങ്കിൽ ആൻസർ എത്ര വരും? 180 മൈനസ് 108 എത്രയായിരിക്കും ആൻസർ വരിക? 72 ഡിഗ്രി അല്ലേ? 72 ഡിഗ്രി. സിമ്പിളായിട്ട് നമ്മൾ ആംഗിൾ AODയും ഫൈൻഡ് ചെയ്തു. അങ്ങനെയാണെങ്കിൽ AOD ഫൈൻഡ് ചെയ്തല്ലോ. നമ്മൾ ചോദിച്ചു AOD എത്രയാണ്? 72 ഡിഗ്രി ഫൈൻഡ് ചെയ്തു. ഓക്കെ, സിമ്പിളായിട്ട് നമ്മൾ ആൻസറിലേക്ക് വന്നു. 180 ഡിഗ്രിയോട് മൈനസ് ചെയ്തതാണെന്നുള്ള കൺസെപ്റ്റ് മാത്രം ഓർത്ത് വെക്കുക. അങ്ങനെയാണ് നമുക്ക് D ക്വസ്റ്റ്യൻ ഉണ്ടല്ലോ. D ക്വസ്റ്റ്യൻ എന്താ ചോദിച്ചിട്ടുള്ളത്? നെയിം എനി ടു ലീനിയർ പെയർ ഇൻ ദ ഫിഗർ. ലീനിയർ പെയർ, ഫിഗറിലുള്ള ലീനിയർ പെയർസ്, ഏതെങ്കിലും രണ്ട് ലീനിയർ പെയറിനെ കണ്ടുപിടിച്ച് പറയാനാണ് പറഞ്ഞത്. ഓക്കെ, ലീനിയർ പെയർസ് ഏതൊക്കെയാണ്? നമുക്ക് എല്ലാ ലീനിയർ പെയർസ് ഒന്ന് ഐഡൻറ്റിഫൈ ചെയ്ത് നോക്കാം. ലീനിയർ പെയർസ് ഏതൊക്കെയാണ്? നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചു. ഏതൊക്കെയാണ് ലീനിയർ പെയർസ് ഏതൊക്കെയാണ്? ഒന്ന് ആലോചിച്ച് നോക്കൂ. ഏതൊക്കെയായിരിക്കും?
ലീനിയർ പെയർസ് ഏതൊക്കെയായിരിക്കും? ഒന്നാമത്തെ ലീനിയർ പെയർ നമ്മൾ നേരത്തെ ഓൾറെഡി കണ്ടുപിടിച്ച് പറഞ്ഞിട്ടുള്ള കാര്യം ഏതാണ്? അത് ആംഗിൾ, ഈ രണ്ട് ആംഗിൾ അല്ലേ, ഈ രണ്ട് ആംഗിൾ ലീനിയർ പെയറാണ് അല്ലേ, ഒരേ ആംഗിൾ സമ്മായിരിക്കും. അങ്ങനെയാണെങ്കിൽ ഡി ഒ ബി വിച്ച് ഈസ് ഈക്വൽ ടു ഫസ്റ്റ് വൺ നമുക്ക് ഏത് പറയാം? ആംഗിൾ ഡി ഒ ബി, ആംഗിൾ ഡി ഒ ബി ആൻഡ് ആംഗിൾ ഡി ഒ ബി ആൻഡ് ആംഗിൾ എ ഒ ഇ അല്ലേ, എ ഒ ഇ. ഇതൊരു ലീനിയർ പെയർ അല്ലേ, ഇതൊരു ലീനിയർ പെയറാണ്. അങ്ങനെയാണെങ്കിൽ ഒരു ലീനിയർ പെയറും കൂടെ നിങ്ങൾക്ക് ഫൈൻഡ് ചെയ്യാൻ പറ്റുമോ? ഒരു ലീനിയർ പെയറും കൂടെ ഫൈൻഡ് ചെയ്യാൻ പറ്റുമോ? അങ്ങനെയാണെങ്കിൽ ഏതായിരിക്കും ആ ലീനിയർ പെയർ വരിക? ആംഗിൾ എ ഒ ഡിയും ആംഗിൾ ബി ഒ ഇയും ലീനിയർ പെയർ അല്ലേ? ശ്രദ്ധിച്ച് നോക്കൂ, ലീനിയർ പെയറാണ്. കാര്യം എങ്ങനെയാണ്? വിച്ച് ഈസ് ഈക്വൽ ടു ഇതും 72 ഡിഗ്രി തന്നെയാണ്. 72 ഓൾറെഡി കണ്ടുപിടിച്ച് വെച്ചു, 72 വിച്ച് ഈസ് ഈക്വൽ ടു ഒരു ആംഗിൾ ആണെങ്കിൽ ലീനിയർ പെയർ ആണെന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. അങ്ങനെയാണെങ്കിൽ ആംഗിൾ ഇ ബി ഒ ഇ ആൻഡ് ആംഗിൾ എ ഒ ഡി അല്ലേ, എ ഒ ഡിയും ബി ഒ ഡിയും, എ ഒ ഡി ബി ഒ ഇയും ഇത് രണ്ടും ലീനിയർ പെയർസ് ആണെന്ന് നമ്മൾ സിമ്പിളായിട്ട് കണ്ടുപിടിച്ചു. ഓക്കെ, സിമ്പിൾ അല്ലേ ലീനിയർ പെയർ കൺസെപ്റ്റ്? ഒരേ ആംഗിൾ, ഓപ്പോസിറ്റ് വരുന്ന ആംഗിൾ തമ്മിൽ ഒരേ ലെങ്ത് ആണെങ്കിൽ, ഒരേ ആംഗിൾ ഡിഗ്രി ആണെങ്കിൽ അത് ലീനിയർ പെയർ ആയിരിക്കുമെന്ന് മനസ്സിലാക്കുക. ലീനിയർ പെയർ കൺസെപ്റ്റ് വീണ്ടും ചോദിച്ചിരിക്കുകയാണ്, മറന്നു പോകരുത്. ഈ സിമ്പിളായിട്ട് ഫൈൻഡ് ചെയ്യാൻ പറ്റുന്നതാണ്. ഡിഗ്രി ഫൈൻഡ് ചെയ്യാൻ വരുന്ന ചോദ്യങ്ങൾ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കി എഴുതാൻ ശ്രമിക്കുക എല്ലാവരും. ഈ 4 ക്വസ്റ്റ്യൻസ് വളരെ ഒന്ന് മനസ്സിലാക്കിയ എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് ആയിരുന്നു. ഓക്കെ, നമുക്കപ്പോൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. മൂന്നാമത്തെ ചോദ്യം എന്താണ്? ചോദ്യം ദി ടോട്ടൽ നമ്പർ ഓഫ് സ്റ്റുഡൻസ് ഇൻ മഞ്ചാടിക്കുന്ന് യു പി സ്കൂൾ ഇൻ 2021-2022 ഒരു വർഷത്തെയാണ് പറയുന്നത്, വാസ് 900. 900 സ്റ്റുഡൻസ് 2021-22 കാലഘട്ടങ്ങളിൽ അവിടെ പഠിച്ചിരുന്നു. ഓക്കെ, അടുത്തത് 60%, 60% ഓഫ് ദം വർ ഗേൾസ്. 900 പേരുണ്ടായിരുന്നു, സ്റ്റുഡൻസ് ഉണ്ടായിരുന്നു, അതിൽ 60% ഗേൾസ് ആയിരുന്നു എന്ന് പറഞ്ഞു. ആൻഡ് ദി റെസ്റ്റ് വേർ ബോയ്സ്, ബാക്കിയുള്ളവർ മൊത്തം എന്താണ്? ബോയ്സ് ആണെന്നാണ് പറയുന്നത്. ഓക്കെ, വാട്ട് ഈസ് ദ പേഴ്സൻറ്റേജ് ഓഫ് ദി ടോട്ടൽ ആർ ബോയ്സ്? ബോയ്സിൻ്റെ ടോട്ടൽ പേഴ്സൻറ്റേജ് എത്രയാണെന്ന് ചോദിക്കുന്നു. അടുത്തത് വാട്ട് ഈസ് ദി നമ്പർ ഓഫ് ഗേൾസ്? തേർഡ് ക്വസ്റ്റ്യൻ ഉണ്ട്, അത് നമുക്ക് പിന്നെ ചെയ്യാം. വാട്ട് ഈസ് ദി നമ്പർ ഓഫ് ഗേൾസ് എന്നാണ് ചോദിക്കുന്നത്. ഓക്കെ, നമുക്ക് തന്നിരിക്കുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് നമ്മൾ എഴുതുക. എന്താണ് നമുക്ക് ടോട്ടൽ നമ്പർ ഓഫ് സ്റ്റുഡൻസ്? എത്രയാണ് തന്നിട്ടുള്ളത്? 900 ആണല്ലേ, 900 സ്റ്റുഡൻസ് ആണ് ടോട്ടൽ നമ്പർ ഓഫ് സ്റ്റുഡൻസ് തന്നിരിക്കുന്നത്. ഗേൾസ് എത്രയാണ്? ഗേൾസ് തന്നിരിക്കുന്നത് 60%, 60% ആണ്. ഓക്കെ, 60% ആണ്. അങ്ങനെയാണെങ്കിൽ ബോയ്സിൻ്റെ പേഴ്സൻറ്റേജ് എത്രയായിരിക്കും എന്നാണ് ചോദിക്കുന്നത്. അതിന് ബോയ്സിൻ്റെ പേഴ്സൻറ്റേജ് കാണണമെങ്കിൽ നമ്മൾ നമ്പർ ഓഫ് ഗേൾസ് എത്രയാണ് എന്ന് നമ്മൾ കാണേണ്ടതായിട്ടുണ്ട് അല്ലേ. നമ്പർ ഓഫ് ഗേൾസ് എങ്ങനെയാണ് നമ്മൾ കാണുക? ടോട്ടലിൻ്റെ 60% കണ്ടാൽ നമ്പർ ഓഫ് ഗേൾസ് ആയില്ലേ? അത് കാണുന്നത് എങ്ങനെയാണ്? ടോട്ടൽ നമ്മൾക്കറിയാം എത്രയാണ്? 900 ആണ്. 900ൻ്റെ 60%, 900 ഇൻറ്റു 60/100. 900ൻ്റെ 60/100 ചെയ്യുമ്പോൾ ഗേൾസിൻ്റെ എത്രയാണ് നമ്പർ ഓഫ് ഗേൾസ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു. വിച്ച് ഈസ് ഈക്വൽ ടു 0യും 0യും നമ്മൾ ക്യാൻസൽ ചെയ്തു അല്ലേ. 9 × 6 54. 0 അതേപടി എഴുതുന്നു. 540. 540 പേര് അവിടെ ഗേൾസ് ആയിട്ടുണ്ട്. മഞ്ചാടിക്കുന്ന് യു പി സ്കൂളിൽ ഗേൾസ് എത്രയാണ്? 540 ആണ്. 540 കുട്ടികൾ ഗേൾസ് ആണ്. അങ്ങനെയാണെങ്കിൽ ബോയ്സ് എത്രയായിരിക്കും? ഗേൾസ് നമ്മൾ ഫൈൻഡ് ചെയ്തു, അപ്പോൾ ബോയ്സ് എത്രയായിരിക്കും? ബോയ്സിനെ ഫൈൻഡ് ചെയ്യാൻ സിമ്പിൾ അല്ലേ. ടോട്ടൽ എത്രയാണ്? 900 ആണ്. അതിനോട് ഗേൾസിൻ്റെ സംഖ്യ കുറച്ചാൽ ബോയ്സിൻ്റെ സംഖ്യ കിട്ടി അല്ലേ. ടോട്ടൽ സംഖ്യയോട് ഗേൾസിൻ്റെ സംഖ്യ, ഗേൾസ് എത്രയാണ്? ഗേൾസിൻ്റെ നമ്പർ എത്രയാണ്? 540 ആണല്ലേ. 540 നമ്മൾ സബ്സ്ട്രാക്ട് ചെയ്യുന്ന സമയത്ത് ബോയ്സിൻ്റെത് കിട്ടി. ബോയ്സിൻ്റെ എത്രയാണ്? 900 - 540 എത്രയാണ് നമുക്ക് ആൻസർ കിട്ടുക? 900 - 540 നമുക്ക് എത്രയാണ് ആൻസർ കിട്ടുക? 360 അല്ലേ. 360.
360 ആണ് അവിടെ ബോയ്സ് ഉള്ളത്. അപ്പോൾ ഗേൾസിൻ്റെ എണ്ണം കിട്ടി. 900 ഗേൾസ് ഉണ്ടായിരുന്നു. 900 ഗേൾസ് ഉണ്ടായിരുന്നതിൽ 900 ടോട്ടൽ സ്റ്റുഡൻസ് ഉണ്ടായിരുന്നു. അതിൽ 540 ഗേൾസ്, 540 ഗേൾസ് ഉണ്ടായിരുന്നു. 360 ബോയ്സുമുണ്ട് എന്ന് നമ്മൾ ഫൈൻഡ് ചെയ്തു. അപ്പോൾ നമ്മൾ ബോയ്സിൻ്റെ പേഴ്സൻറ്റേജ് കാണാനാണ് ആദ്യത്തെ ചോദ്യം. ബോയ്സിൻ്റെ ടോട്ടൽ നമ്പർ ഓഫ് ബോയ്സ് ആർ ബോയ്സ്. ഹൗ വാട്ട് പേഴ്സൻറ്റേജ് ഓഫ് ടോട്ടൽ ആർ ബോയ്സ്. ബോയ്സിൻ്റെ പേഴ്സൻറ്റേജ് കാണണം. ബോയ്സിൻ്റെ പേഴ്സൻറ്റേജ് എങ്ങനെയാണ് കാണുക? ബോയ്സിൻ്റെ എത്രയാണ് തന്നിട്ടുള്ളത്? 360 ആണ് തന്നിട്ടുള്ളത് അല്ലേ? നമ്പർ ഓഫ് ബോയ്സ് എത്രയാണ് തന്നിട്ടുള്ളത്? 360 ആണ് തന്നിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ നമ്പർ ഓഫ് ബോയ്സ് ഈക്വൽ ടു 360 ആണ്. 360 ആണ്. അപ്പോൾ നമ്മൾ പേഴ്സൻറ്റേജ് കാണണം. എത്രയാണ്? 900. ടോട്ടൽ സ്റ്റുഡൻസിൻ്റെ ഏതോ ഒരു പേഴ്സൻറ്റേജ് ആണ് ബോയ്സ്. 360 ടോട്ടൽ സ്റ്റുഡൻസ് എത്രയാണ്? 900 ആണ്. 900ൻ്റെ ഏതോ ഒരു പേഴ്സൻറ്റേജ് നമുക്ക് എക്സ് എന്ന് വിളിക്കാം അല്ലേ? എക്സ് എന്ന് വിളിക്കാം. ഏതോ ഒരു പേഴ്സൻറ്റേജ് എക്സ് ബൈ 100 ആണ് എത്ര? 360 അല്ലേ? ഓക്കെ, ഇത് നമുക്ക് എങ്ങനെയാണ് സിംപ്ലിഫൈ ചെയ്യാൻ പറ്റുക? എക്സ് ആണ് കണ്ടുപിടിക്കേണ്ടത്. എക്സ് ആണ് പേഴ്സൻറ്റേജ് ഓഫ് ബോയ്സ്. അപ്പോൾ 900ൽ 0 നമ്മൾ ക്യാൻസൽ ചെയ്തു. 9x വിച്ച് ഈസ് ഈക്വൽ ടു 360. എക്സ് എന്താണ്? എക്സ് ഈസ് ഈക്വൽ ടു 360 ബൈ 9 വിച്ച് ഈസ് ഈക്വൽ ടു 40%. ഓക്കെ, ആൻസർ കിട്ടിയില്ലേ? 40% ആണ് ബോയ്സ് ഉള്ളത്. 40% ആണ് ബോയ്സ് ഉള്ളത് എന്ന് മനസ്സിലായി. നമ്പർ ഓഫ് ഗേൾസിൻ്റെ കാര്യവും മനസ്സിലായി. ടോട്ടൽ നമ്പർ ഓഫ് ബോയ്സ് എത്ര എന്നുള്ളതും നമ്മൾ കണ്ടുപിടിച്ചു. സിമ്പിളായിട്ടുള്ളൊരു കാര്യമല്ലേ? എല്ലാവർക്കും മനസ്സിലായി എന്ന് പ്രതീക്ഷിക്കുന്നു. നമ്മൾ അടുത്ത ക്വസ്റ്റ്യനിൽ ഇതിൻ്റെ സി സെഷനിലേക്കാണ് നമ്മൾ പോകുന്നത്. ഓക്കെ, തേർഡ് ക്വസ്റ്റ്യൻ എന്താണ്? എയും ബിയും നമ്മൾ ചെയ്തു, കണ്ടുപിടിച്ച്. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നു. ദി നമ്പർ ഓഫ് സ്റ്റുഡൻസ് ഇൻക്രീസ്ഡ് ബൈ 20% ഇൻ 2022-2023. അടുത്ത വർഷം ടോട്ടൽ 900 സ്റ്റുഡൻസ് ഉണ്ടായിരുന്നു. അടുത്ത വർഷത്തേക്ക് വന്നപ്പോൾ 20% കുട്ടികൾ കൂടി. കഴിഞ്ഞ വർഷത്തേക്കാളും 20% കുട്ടികൾ കൂടിയിരിക്കുകയാണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ വാട്ട് ഈസ് ദ ടോട്ടൽ നമ്പർ ഓഫ് സ്റ്റുഡൻസ് ഇൻ 2022-2023? 20% സ്റ്റുഡൻസ് കൂടിയാൽ 900 സ്റ്റുഡൻസ് ഉണ്ടായിരുന്നു. അടുത്ത വർഷമായപ്പോഴത്തേക്ക് 20% സ്റ്റുഡൻസ് കൂടിയാൽ എത്രയായിരിക്കും ടോട്ടൽ സ്ട്രെങ്ത് എന്നാണ് ചോദിച്ചിരിക്കുന്നത് അല്ലേ? നമുക്ക് 2021 എത്രയായിരുന്നു സ്ട്രെങ്ത് തന്നിട്ടുണ്ടായിരുന്നത്? 2021-22 നമുക്ക് ടോട്ടൽ സ്ട്രെങ്ത് എത്രയായിരുന്നു തന്നിട്ടുണ്ടായിരുന്നത്? 900 അല്ലേ? 900 ആണ്. 2022-23 ആയപ്പോഴത്തേക്കും 20% ആണ് കൂടിയത്. 20% ഇൻക്രീസ് ആണ്. 900 ആയിരുന്നു, അതിൻ്റെ 20% കൂടി എന്നാണ് പറഞ്ഞത് അല്ലേ? അപ്പോൾ ടോട്ടൽ സ്ട്രെങ്ത് എത്രയായി മാറും എന്നാണ് ചോദ്യം. അങ്ങനെയാണെങ്കിൽ 900ൻ്റെ 20%, 900ൻ്റെ 20% നമ്മൾ കണക്ക് കൂട്ടുന്നു. 900ൻ്റെ 20% എത്രയാണ്? 900 എങ്ങനെയാണ് നമ്മൾ ചെയ്യുക? 900 × 20/100 അല്ലേ? 900ൻ്റെ 20% കാണുന്നു. എത്രയാണ്? 900 × 20/100 വിച്ച് ഈസ് ഈക്വൽ ടു 0 നമ്മൾ ക്യാൻസൽ ചെയ്തു അല്ലേ? 9 × 2 18, 180 ആണ്. 900ൻ്റെ 20% എന്ന് പറയുന്നത് 180 ആണ്. അപ്പോൾ 120% എന്ന് പറയുന്നത് എത്രയാണ്? 180 സ്റ്റുഡൻസ് ആണ്. 20% എന്ന് പറയുന്നത് 180 സ്റ്റുഡൻസ് ആണ്. അങ്ങനെയാണെങ്കിൽ ആദ്യത്തെ വർഷം 900 പേർ 900 സ്റ്റുഡൻസ് ഉണ്ടായിരുന്നു. എന്നാൽ തൊട്ടടുത്ത വർഷം 20%, അതായത് 180 സ്റ്റുഡൻസ് കൂടിയിരിക്കുന്നു. കൃത്യമായിട്ട് മനസ്സിലായല്ലോ? അങ്ങനെയാണെങ്കിൽ പുതിയ വർഷത്തിൽ എത്ര കുട്ടികൾ, ടോട്ടൽ സ്ട്രെങ്ത് എത്ര ഉണ്ടായിരിക്കും? കഴിഞ്ഞ വർഷത്തെ 900 സ്റ്റുഡൻസ് ഉണ്ട്. ന്യൂ സ്ട്രെങ്ത് കഴിഞ്ഞ വർഷത്തെ എത്രയായിരുന്നു? 900 സ്റ്റുഡൻസ് ഉണ്ട് അല്ലേ? 900 സ്റ്റുഡൻസ് ഉണ്ട്. അതിനോട് എന്താണ് കൂട്ടേണ്ടത്? 20% ഇൻക്രീസ് വന്നു. 20% എത്രയാണ് നമ്മൾ കണ്ടുപിടിച്ചത്? 180 ആണ് അല്ലേ? മനസ്സിലായല്ലോ? 180 ആണ് നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ടായത്. വിച്ച് ഈസ് ഈക്വൽ ടു 900നോട് 180 കൂട്ടിയാൽ എത്രയായിരിക്കും നമുക്ക് ആൻസർ കിട്ടുക? 1080 അല്ലേ? അപ്പോൾ ടോട്ടൽ സ്ട്രെങ്ത് നമ്മൾ കണ്ടുപിടിച്ചു. എത്രയാണ്? 1080 ആണ്
പുതിയ സ്ട്രെങ്ത് എന്ന് കണ്ടുപിടിച്ചു. കഴിഞ്ഞ വർഷം 900 ആൾക്കാരുണ്ടായിരുന്നു, 900 സ്റ്റുഡൻസ് ഉണ്ടായിരുന്നു. പുതിയ വർഷം വന്നപ്പോൾ 20% കൂടി. അപ്പോൾ 900ൻ്റെ 20% നമ്മൾ കാണുന്നു, 900ൻ്റെ 20% നമ്മൾ കാണുന്നു. അതിനുശേഷം എന്താണ് സംഭവിക്കുന്നത്? അതിനുശേഷം ആ 20% നമ്മൾ കഴിഞ്ഞ വർഷത്തെ സ്ട്രെങ്ത്തിനോട് ആഡ് ചെയ്യുമ്പോൾ കൃത്യമായിട്ട് ഈ വർഷത്തെ സ്ട്രെങ്ത്ത് കിട്ടുന്നു. മനസ്സിലായി കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. ന്യൂ സ്റ്റുഡൻറ്റ് സ്ട്രെങ്ത്ത് നേരെ ആഡ് ചെയ്യുക മാത്രമാണ് ചെയ്തത്. കഴിഞ്ഞ വർഷത്തെ 20% കാണുന്നത് ആഡ് ചെയ്യുന്നു. സിമ്പിൾ അല്ലേ? സിമ്പിളായിട്ടുള്ളൊരു പ്രോബ്ലമാണ്. ഈ രീതിയിലുള്ള മോഡൽ ക്വസ്റ്റ്യൻസ് ചെയ്ത് തന്നെ പഠിക്കേണ്ടതായിട്ടുണ്ട്. ഓക്കെ, നമ്മളപ്പോൾ അടുത്ത ഡി ക്വസ്റ്റ്യൻ ഉണ്ട്. ഡി ക്വസ്റ്റ്യൻ എന്താണ്? ഓൺ 2022-2024, അതായത് 2023-2024, അതായത് അടുത്ത വർഷമാണ്. ദി നമ്പർ ഓഫ് ചിൽഡ്രൻ ഡിക്രീസ്ഡ് ബൈ 10% ദാൻ പ്രീവിയസ് ഇയർ. ഓക്കെ, പ്രീവിയസ് ഇയർ 2020-2023 ആണ്. പ്രീവിയസ് ഇയറിലേക്കാളും 10% കുറഞ്ഞു. ഓക്കെ, വാട്ട് ഈസ് ദി പെർസെൻറ്റേജ് ഓഫ് ദി പ്രസൻറ്റ് ഇയർ ഓഫ് ചിൽഡ്രൻ കമ്പയർഡ് ടു ദി പ്രീവിയസ് ഇയർ? ഓക്കെ, 2023-2024 ആണ് തന്നിരിക്കുന്നത്. നമ്മൾ നേരത്തെ 1080 നമ്മൾ കണ്ടുപിടിച്ചു അല്ലേ? 2022-23 സ്ട്രെങ്ത് എത്രയായിരുന്നു നമ്മൾ പറഞ്ഞത്? സ്ട്രെങ്ത്ത് നമ്മൾ കണ്ടുപിടിച്ച സ്ട്രെങ്ത് എത്രയായിരുന്നു? 1080 അല്ലേ? 1080 സ്റ്റുഡൻസ് അവിടെ ഉണ്ടായിരുന്നു. 1080 സ്റ്റുഡൻസ് ഉണ്ട്. അടുത്ത വർഷം വന്നു എത്രയാണ്? 2023-2024 23-24 എത്രയാണ് ഡിക്രീസ് വന്നത്? ഡിക്രീസ്ഡ് ബൈ 10% ആണ് ഡിക്രീസ് ആയിരിക്കുന്നത്. 10% കുറഞ്ഞു. ഡിക്രീസ് 10% ഡിക്രീസ് ആണ് സംഭവിച്ചിട്ടുള്ളത് അല്ലേ? 10% ഡിക്രീസ് സംഭവിച്ചു. 1080നോട് 10% ഡിക്രീസ് സംഭവിച്ചപ്പോൾ നമ്മളോട് ചോദ്യം എന്താണ്? വാട്ട് ഈസ് ദി പ്രസൻറ്റ് നമ്പർ ഓഫ് ചിൽഡ്രൻ കമ്പയർഡ് ടു ദ പ്രീവിയസ് ഇയർ? പ്രീവിയസ് ഇയറിനേക്കാൾ നമ്മൾ പ്രസൻറ്റ് എത്ര കുട്ടികൾ ഉണ്ടായിരിക്കും, ഈ വർഷം എത്ര കുട്ടികളുണ്ട് എന്നാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ എങ്ങനെയാണിത് നമ്മൾ കണ്ടുപിടിക്കുക? 1080 സ്റ്റുഡൻസ് ഉണ്ട് അല്ലേ? 1080 സ്റ്റുഡൻസിൽ 10% സ്റ്റുഡൻസ് പോയി. അപ്പോൾ 1080ൻ്റെ 10% നമ്മൾ കാണേണ്ടതായിട്ടുണ്ട്. 1080 ഇൻറ്റു 10% ആണ് ഡിക്രീസ് വന്നത്. അതുകൊണ്ട് 10% നമ്മൾ കാണുന്നു. എത്രയാണ്? 10/100 എത്രയാണ് നമ്മൾ കാണണം അല്ലേ? എത്രയാണ്? 0 ഒക്കെ നമ്മൾ കട്ട് ചെയ്ത് കളഞ്ഞു. വിച്ച് ഈസ് ഈക്വൽ ടു 108. 108 സ്റ്റുഡൻസാണ് മാറിപ്പോയത് ആ സ്കൂളിൽ നിന്ന്. 10% ഡിക്രീസ് വന്നു. 10% സ്റ്റുഡൻസ് അവിടെ ഇല്ല. 108 സ്റ്റുഡൻസ് പോയി. അങ്ങനെയാണെങ്കിൽ പുതിയ സ്ട്രെങ്ത് എത്രയായിരിക്കും? ന്യൂ സ്ട്രെങ്ത് 2023-24 വർഷത്തെ ന്യൂ സ്ട്രെങ്ത് എത്രയായിരിക്കും? ന്യൂ സ്ട്രെങ്ത് എത്രയായിരിക്കും? 1080 ആയിരുന്നു സ്ട്രെങ്ത്. ഓക്കെ, 1080നോട് എത്ര കുറയ്ക്കണം? 108 കുറയ്ക്കണം അല്ലേ? 10% ആയിരുന്നു. 108 കുറച്ചാൽ എത്രയായിരിക്കും നമുക്ക് ആൻസർ കിട്ടുക? 962. ടോട്ടൽ 962 ആണ് 2023-2024 എന്ന വർഷത്തിൽ നമ്മൾ എത്ര സ്റ്റുഡൻസ്? 10% സ്റ്റുഡൻസ് കുറഞ്ഞപ്പോൾ ഉള്ളത് എത്രയാണ്? 962 സ്റ്റുഡൻസ് മാത്രമേ ഉള്ളൂ. ഓക്കെ, എല്ലാവർക്കും കൃത്യമായിട്ട് മനസ്സിലായല്ലോ എങ്ങനെയാണ് പേഴ്സൻറ്റേജ് കാണേണ്ടത് എന്ന്. ഏത് സംഖ്യ ആയാലും പേഴ്സൻറ്റേജ് കാണുന്നത് മൾട്ടിപ്ലൈ ബൈ. ഇപ്പോൾ 200ൻ്റെ 10% കാണണം എന്നാണെങ്കിൽ 200 ഇൻറ്റു 10/100. അല്ലെങ്കിൽ 1000ൻ്റെ 15% കാണണം, അല്ലെങ്കിൽ 15% കാണണം എന്നാണെങ്കിൽ 1000 ഇൻറ്റു 15/100. ഇപ്പോൾ 10,000ൻ്റെ 100%, 10,000ൻ്റെ 20% കാണണം. എങ്ങനെയാണ്? 10,000 ഇൻറ്റു 20/100. കൃത്യമായിട്ട് ആ ഒരു പെർസെൻറ്റേജ് ബൈ 100 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുക. എന്നിട്ട് നമ്മുടെ ക്വസ്റ്റ്യൻ്റെ ഡിമാൻഡ് അനുസരിച്ച് ആഡ് ചെയ്യുക, സബ്സ്ട്രാക്റ്റ് ചെയ്ത് ആൻസറിലേക്ക് എല്ലാവരും എത്തിപ്പെടുക. ഓക്കെ, ക്ലിയർ ആയിട്ട് മനസ്സിലായി എന്ന് പ്രതീക്ഷിക്കുന്നു. സിമ്പിളായിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു. നമ്മൾ ജസ്റ്റ് ഒന്ന് ലോജിക്കൽ വെച്ച് ആലോചിച്ചാൽ എല്ലാവർക്കും ചെയ്യാൻ കഴിയും കേട്ടോ. ഓക്കെ, നമ്മളപ്പോൾ അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. അടുത്ത ചോദ്യം എന്താണ്? ഒരു ആക്ടിവിറ്റിയാണ്. അത് എന്താണ് തന്നിരിക്കുന്നത്? റൈറ്റ് ദി ഫ്രാക്ഷൻ ഇൻ ദി ടേബിൾ ആസ് ഫ്രാക്ഷൻസ് വിത്ത് ഡിനോമിനേഷൻസ് 10,
100,000 ആൻഡ് റൈറ്റ് ഇറ്റ്സ് ഡെസിമൽ ഫോം. ആ ഡെസിമൽ ഫോമും എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ. ഈക്വൽ ഫ്രാക്ഷൻ ആയിരിക്കണം. ഫ്രാക്ഷൻ ഫ്രം ഓരോ ഫ്രാക്ഷൻ തന്നിരിക്കുന്നു, അതിൻ്റെ ഡെസിമൽ ഫോമിലേക്ക്, അത് ഫ്രാക്ഷൻ തന്നെ ആയിരിക്കണം, അതിൻ്റെ ഈക്വൽ ഫ്രാക്ഷനും എഴുതണം, അതേപോലെ തന്നെ ഡെസിമൽ ഫ്രാക്ഷനും എഴുതാനാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ഫോർ എക്സാമ്പിൾ ആദ്യത്തെ തന്നിരിക്കുന്നു 1/2 ആണെങ്കിൽ അതിൻ്റെ ഈക്വൽ ഫ്രാക്ഷനായിട്ട് 5/10 കൊടുത്തിട്ടുണ്ട്. ഓക്കെ, 5/10 തന്നെയാണ് 1/2. ഓക്കെ, അതിൻ്റെ ഡെസിമലായിട്ട് 10നെ നമ്മൾ ഡെസിമൽ ഫ്രാക്ഷനായിട്ട് എഴുതുമ്പോൾ 0.5 ആയി. കറക്റ്റാണ്. അങ്ങനെയാണെങ്കിൽ ബാക്കി 4 സംഖ്യയും നമ്മളോട് 1, 2, 3, 4, 5 ഈ 5 എണ്ണവും കൃത്യമായിട്ട് എഴുതാനാണ് നമ്മളോട് തന്നിട്ടുള്ളത്. ഏതൊക്കെയാണ് നമുക്ക് എഴുതുക? 1/2നെ 5/10 ആക്കുന്നത് എങ്ങനെയാണ്? 1/2 ഇൻറ്റു 5/5 ചെയ്തപ്പോൾ 5/10 ആയി അല്ലേ. 1 × 5 5, 2 × 5 10, വിച്ച് ഈസ് ഓൾസോ ഈക്വൽ ടു 1/2 അല്ലേ. അങ്ങനെയാണെങ്കിൽ 1/4ൻ്റെ ഒരു ഈക്വൽ ഫ്രാക്ഷൻ നമുക്ക് എന്ത് എഴുതാൻ പറ്റും? ഇൻറ്റു 5/5 തന്നെ എഴുതാം, വിച്ച് ഈസ് ഈക്വൽ ടു 1 × 5 5 ബൈ 4 × 5 20, 5/20 തന്നെയല്ലേ 1/4. ഈക്വൽ ഫ്രാക്ഷനായി നമ്മൾ എഴുതിയില്ലേ. അങ്ങനെയാണെങ്കിൽ 3/8ൻ്റെയോ ലാസ്റ്റിലേക്ക് നമുക്ക് ഈ ഡെസിമൽ ഫ്രാക്ഷനിലേക്ക് വരാം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ 3/8ന് നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? 3/8 ഇൻറ്റു 5/5 വെച്ചിട്ട് നമ്മൾ ചെയ്താൽ എന്തായിരിക്കും ആൻസർ വരിക? 5 × 3 15. ഓക്കെ, 15/5 × 8 വിച്ച് ഈസ് ഈക്വൽ ടു 40. ഓക്കെ, സിമ്പിൾ അല്ലേ. അതേപോലെ അടുത്തത് 7/25 ആണെങ്കിൽ 7/25 ഇൻറ്റു 5/5 വിച്ച് ഈസ് ഈക്വൽ ടു എത്രയാണ്? 7 × 5 എത്രയാണ്? 35 ആണ് അല്ലേ. 35/25 × 5 എത്രയാണ്? 25 × 5 125 ആണ് അല്ലേ. 125. ഓക്കെ, സിമ്പിളാണ്. അങ്ങനെയാണെങ്കിൽ 1/20നെ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? 1/20 ഇൻറ്റു 5/5 വിച്ച് ഈസ് ഈക്വൽ ടു 1 × 5 ഈക്വൽ ടു 5/20 × 5 എത്രയാണ്? 100 ആണല്ലേ. 100. ഈക്വൽ ഫ്രാക്ഷൻസ് സിമ്പിളായിട്ട് നമ്മൾ എഴുതി വരുന്നത് കണ്ടല്ലോ. 3/5 ആണെങ്കിലോ ഇൻറ്റു 5/5 വെച്ച് തന്നെ നമ്മൾ ചെയ്തു. വിച്ച് ഈസ് ഈക്വൽ ടു 3 × 5 ഈക്വൽ 15/5 × 5 25. പിന്നെ ഡെസിമൽ ഫ്രാക്ഷനിലേക്ക് എഴുതാനാണ് നമ്മളോട് പറഞ്ഞിട്ട് തന്നിട്ടുള്ളത്. 5/20നെ എങ്ങനെ നമുക്ക് ഡെസിമൽ ഫ്രാക്ഷനിലേക്ക് എഴുതാൻ പറ്റും? സിമ്പിളായിട്ട് എഴുതുകയാണ്. 5/20 ആണ് നമ്മൾ ഈക്വൽ ഫ്രാക്ഷനിലേക്ക് വന്നിട്ടുള്ളത്, അല്ലെങ്കിൽ ഈക്വൽ ഫ്രാക്ഷനിലേക്ക് 5/20 ആയിട്ട് തന്നെ എഴുതേണ്ട. കൃത്യമായിട്ട് ഈ ഒരു ഫ്രാക്ഷനെ തന്നെ നമുക്ക് ഡെസിമൽ ഫ്രാക്ഷനിലേക്ക് എഴുതാം. 1/4നെയാണ് തന്നിട്ടുള്ളത്. 1/4നെ നമുക്ക് എങ്ങനെ എഴുതാം ഡെസിമലാക്കിയിട്ട്? 1/4 എന്ന് പറഞ്ഞാൽ എന്താണ്? 1/4 അല്ലേ. 1/4 ആണ്. അതെ, 1 ഡയറക്റ്റ്ലി നമുക്ക് ചെയ്യാൻ പറ്റില്ല, അതുകൊണ്ടൊരു പോയിൻ്റ് ഇടുന്നു, 0 ഇടുന്നു അല്ലേ. ഇറ്റ് ഈസ് ഈക്വൽ ടു 2 × 4 ആണ്. 2 × 4 ആണ് 8. 2 ആണ് 0. 2 ആണ് 0 വരുന്നു. വിച്ച് ഈസ് ഈക്വൽ ടു 0.20. 0.20 എന്ന് നമുക്ക് എഴുതാം. സിമ്പിൾ അല്ലേ. അങ്ങനെയാണെങ്കിൽ അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? 3/5 ആണ് അല്ലേ. 3/5നെ നമുക്ക് എങ്ങനെ എഴുതാൻ സാധിക്കും? 3/5നെ നമുക്ക് 3/5 എന്നല്ലേ എഴുതാം. 0.2 0.2 30 ആണ്. 6 × 5 ആണ് 30 അല്ലേ. അപ്പോൾ ഇതിനെ നമുക്ക് 0.6 എന്ന് എഴുതാൻ പറ്റും. സിമ്പിൾ അല്ലേ. അങ്ങനെയാണെങ്കിൽ അടുത്തത് എന്താണ്? 7/25 ആണ് അല്ലേ. 7/25നെ നമുക്ക് എങ്ങനെ എഴുതാം? വിച്ച് ഈസ് ഈക്വൽ ടു 7/25 ആണ്. പോയിൻ്റ് ആണ്, പോയിൻ്റ് ഇട്ടത് നമ്മൾ 0 ഇട്ടു. 70ലേക്ക് 25 എത്ര? 2 ടൈംസ് ആണ് അല്ലേ. 2 ടൈംസ് ആണ്. 2 × 25 ഈക്വൽ ടു 50. ബാക്കി എത്രയാണ്? 20 ആണ്. 0 ഇടുന്നു, 200 ആണ്. അപ്പോൾ 25ൽ 200ലേക്ക് ഇടുന്നത് എത്രയാണ്? 8 ആണ് അല്ലേ. 0.28. സിമ്പിൾ അല്ലേ. അടുത്തത് എന്താണ് ചോദിച്ചിട്ടുള്ളത്? 1/20യുടെ ഡെസിമൽ എക്സ്പാൻഷൻ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. 1/20നെ നമുക്ക് ഡെസിമൽ എക്സ്പാൻഷനായിട്ട് എങ്ങനെ എഴുതാൻ പറ്റും? 1/20 1/20 0.2 10 ഇട്ടു. 10ൽ ഓൾറെഡി പോവില്ല, 0 വീണ്ടും ഇട്ടു. 100ൽ ഓൾറെഡി 20 പോവും. വിച്ച് ഈസ് ഈക്വൽ ടു 5 ആണല്ലേ. 5 × 20 100 വിച്ച് ഈസ് ഈക്വൽ ടു 0. എത്രയാണ്? 0.05 ആണ് ഡെസിമൽ എക്സ്പാൻഷൻ എന്ന് നമ്മൾ കണ്ടുപിടിച്ചു. അടുത്തത് എന്താണ്? 3/5ൻ്റെ ആണ് കാണാൻ പറഞ്ഞത് അല്ലേ. 3/5നെ നമുക്ക് എങ്ങനെ കാണാം? 3/5
പോയിൻ്റ് ഇട്ടു. പോയിൻ്റ് ഇടുമ്പോൾ ഇവിടെ ഒരു 0 ഇടുന്നു. 3/5. 30ൽ 5 എത്രയുണ്ട്? 6. 0.6. 30 ചെയ്യുന്നു, 0 വന്നു. 0.6. സിമ്പിളായിട്ട് ഡെസിമൽ ഫ്രാക്ഷൻ കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണെന്നറിയാം. അതിൻ്റെ ഈക്വൽ ഫ്രാക്ഷൻ തന്നെ ഒരേ രീതിയിൽ 5/5 വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. അല്ലെങ്കിൽ ഒരേ സംഖ്യ 5/5 തന്നെ വേണമെന്നില്ല, 4/4 ആവാം, അല്ലെങ്കിൽ 3/3 ആവാം, അല്ലെങ്കിൽ 6/6 ആവാം. ഈ സിമ്പിളായിട്ട് നിങ്ങൾ കണ്ടുപിടിക്കാൻ പറ്റുന്ന ഫ്രാക്ഷൻ വെച്ചിട്ട് 1 ആയാലും 2 ആയാലും 3 ആയാലും 1/1 2/2 3/3 ഏത് വെച്ച് മൾട്ടിപ്ലൈ ചെയ്യും. ഏറ്റവും സിമ്പിൾ 5 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുന്നതായിരിക്കും. എല്ലാവർക്കും 5യുടെ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ സിമ്പിളായിട്ട് അറിയുന്ന കാര്യമായിരിക്കും. അതുകൊണ്ട് പെട്ടെന്ന് തന്നെ ആൻസറിലേക്ക് എത്തിപ്പെടാൻ പറ്റുന്നതാണ്. ഈക്വൽ ഫ്രാക്ഷൻ അങ്ങനെ നമുക്ക് കണ്ടുപിടിക്കുക. ഡെസിമൽ ആണെങ്കിലോ ജസ്റ്റ് ഒന്ന് ഡിവൈഡ് ചെയ്യുക, ആൻസറിലേക്ക് എത്തുക. ഇപ്പോൾ ആക്ച്വലി ഇപ്പോൾ 5/10 ആണ്. 5/10 ആണെന്ന സമയത്ത് 0 ആണ് കൃത്യമായിട്ട് വന്നു. അങ്ങനെയാണെങ്കിൽ 5 എഴുതുന്നു, ഒരു 0 ആണ്. 10th പ്ലേസ് 1st പ്ലേസ് ആണ്, നേരെ 1st പ്ലേസിൻ്റെ ഇവിടെ എഴുതുന്നു 0.5. അല്ല ഇപ്പോൾ 5/100 ആണെങ്കിൽ 5/100 ആണെങ്കിൽ എങ്ങനെ എഴുതണം? 5 എഴുതുന്നു. 100th പ്ലേസ് ആണ്, 1s ആണ്, 10s ആണ്, 100s. 0.05 ആണ്. സിമ്പിളായിട്ട് മനസ്സിലായെന്ന് പ്രതീക്ഷിക്കുന്നു. എല്ലാവർക്കും അറിയാലോ ഈക്വൽ ഫ്രാക്ഷൻ എങ്ങനെയാണ് എഴുതുന്നതെന്ന് മനസ്സിലായി. അതേപോലെ ഡെസിമൽ ഫ്രാക്ഷൻ എങ്ങനെയാണ് എഴുതുന്നതെന്നും മനസ്സിലായി കാണുമല്ലോ. ഓക്കെ, നമുക്കപ്പോൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. 5th ക്വസ്റ്റ്യൻ ആണ്. 5th ക്വസ്റ്റ്യൻ എന്താണ്? വിച്ച് വൺ ഓഫ് ദി ഫോളോയിങ് നമ്പേഴ്സ് ഹാസ് ഓഡ് നമ്പേഴ്സ് ഓഫ് ഫാക്ടേഴ്സ്? ഓഡ് നമ്പേഴ്സ് മാത്രം ഫാക്ടേഴ്സ് വരുന്നത് ഏതൊക്കെയാണെന്നാണ് ചോദ്യം. വാട്ട് ഈസ് ദ നമ്പർ ഓഫ് ഫാക്ടേഴ്സ് ഓഫ് 12? 12ന് എത്ര നമ്പർ ഓഫ് ഫാക്ടേഴ്സ് ഉണ്ടെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏതൊക്കെയാണ് നമ്മളൊരു ഫാക്ടേഴ്സ് കാണേണ്ടത്? ഏതാണ്? 18, 8, 16, 13 ആണ് തന്നിരിക്കുന്നത് അല്ലേ? 18, 8, 16 ആൻഡ് 13. എല്ലാ നമ്പേഴ്സിൻ്റെയും ഫ്രാക്ഷൻസ് ഏതൊക്കെയാണെന്നുള്ളത്, ഫ്രാക്ഷൻസ് അല്ല ഫാക്ടേഴ്സ് ഏതൊക്കെയാണെന്നുള്ളത് കണ്ടുപിടിക്കേണ്ടതായിട്ടുണ്ട്. 18ൻ്റെ ഫാക്ടേഴ്സ് ഏതൊക്കെയാണ്? 18ൻ്റെ ഫാക്ടേഴ്സ് ഏതൊക്കെയാണ് വരുന്നത്? 1 ഓൾറെഡി എ ഫാക്ടറാണ് അല്ലേ? 1 ഫാക്ടറാണ്. ഓക്കെ, 2 2 × 9 18, 2 വരുന്നുണ്ട് ഓൾറെഡി. 2 വരുമ്പോൾ തന്നെ ഓഡ് നമ്പർ മാറി. ഓഡ് നമ്പർ എന്നുള്ളൊരു സംഭവമുണ്ട്. ഏതാണ്? ബാക്കി ഏതൊക്കെയാണ് ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോവാം. 1 2 3 വരുന്നുണ്ട്. 6 × 3 വരുന്നുണ്ട്. 4 വരുന്നുണ്ടോ? ഇല്ല. 5 വരുന്നുണ്ടോ? ഇല്ല. 6 വരുന്നുണ്ടോ? ഓക്കെ, 6 × 3 വരുന്നുണ്ട്. 7 വരുന്നുണ്ടോ? ഇല്ല. 8 വരുന്നുണ്ടോ? ഇല്ല. 9 വരുന്നുണ്ടോ? 9 × 2 ആണ് 18. പിന്നെ 18 സെൽഫ് ആയിട്ട് 18 ഫാക്ടേഴ്സ്. ഇതിൽ ആക്ച്വലി ഈ നമ്പർ എന്താണ്? ഈവൻ ആണ്. 6ഉം ഈവൻ ആണ്. അതുകൊണ്ട് ഓഡ് നമ്പേഴ്സ് മാത്രം ഇത് സാറ്റിസ്ഫൈ ചെയ്യുന്നില്ല. അതുകൊണ്ട് 18 നമ്മൾ ഉദ്ദേശിച്ച ഓഡ് നമ്പർ മാത്രം ഫാക്ടർ ആയിട്ടുള്ളതല്ല. അടുത്ത ചോദ്യം 8 ആണെങ്കിലോ? 8 ആണെങ്കിൽ 1 ഓക്കെ. 2 × 4 8 വരുന്നുണ്ട് അല്ലേ? അതുകൊണ്ട് തീർച്ചയായും ഈവൻ നമ്പർ ഫാക്ടർ വന്നുകൊണ്ട് 8ഉം ആയിരിക്കില്ല. മനസ്സിലായല്ലോ. അടുത്തത് 16 16 ആണെങ്കിൽ 1 വരുന്നുണ്ട്, 2 വരുന്നുണ്ട് അല്ലേ? 2 × 8 16 വരുന്നുണ്ട്. അതുകൊണ്ട് 2 ഓൾറെഡി ഈവൻ ആയതുകൊണ്ട് തന്നെ ഫാക്ടറിൽ 16 ആൻസറിൽ ഒരിക്കലും വരില്ല. ഈവൻ ആയതുകൊണ്ട് ഓഡ് മാത്രമുള്ളതാണ് നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളത് അല്ലേ? 13ലേക്ക് വരികയാണെങ്കിലോ 1 വരുന്നുണ്ട്. 2 ഉണ്ടോ? ഇല്ല. 3 ഇല്ല. 4 ഇല്ല. 5 ഇല്ല. 6 ഇല്ല. 7 ഇല്ല. 8 ഇല്ല. 9 ഇല്ല. 10 ഇല്ല. ആകെ വരുന്നത് 13 മാത്രം. 1 9 13 മാത്രം. ആക്ച്വലി 13 ഒരു പ്രൈം നമ്പർ അല്ലേ? 13 ഒരു പ്രൈം നമ്പറാണ്. പ്രൈം നമ്പർ ആയതുകൊണ്ട് പ്രൈം നമ്പറിൻ്റെ ഐഡൻറ്റിഫൈ ചെയ്യുന്നത് എങ്ങനെയാണ്? 1 ഈസ് ദ ഓൺലി ഫാക്ടർ. 1ഉം ആ നമ്പറും മാത്രമായിരിക്കും അതിൻ്റെ ഫാക്ടേഴ്സ് ആയിട്ട് വരുന്നത്. അതുകൊണ്ട് പ്രൈം ഫാക്ടേഴ്സ് എന്ന് പറയുന്നത് 13ന് 1ഉം 13ഉം മാത്രമേ ഉള്ളൂ ഫാക്ടേഴ്സ്. അതുകൊണ്ട് ഓഡ് നമ്പറും കൂടെയാണ്. അതുകൊണ്ട് 13 മാത്രമാണ് ഓഡ് നമ്പേഴ്സ് ഫാക്ടേഴ്സ് ആയിട്ട് വരുന്ന. നമുക്ക് തന്നിരിക്കുന്ന സംഖ്യകൾ 13 മാത്രമേ വരുന്നുള്ളൂ, ഓഡ് നമ്പർ മാത്രമായിട്ട് വരുന്നത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ അടുത്ത ചോദ്യം ബി ക്വസ്റ്റ്യൻ എന്താണ്? വാട്ട് ഈസ് ദ നമ്പർ ഓഫ് ഫാക്ടേഴ്സ് ഓഫ് 12? 12ൻ്റെ നമ്പർ ഓഫ് ഫാക്ടേഴ്സ് ഏതൊക്കെയാണെന്നാണ്. നമ്പർ എത്ര എണ്ണമുണ്ട് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. 12 അല്ലേ? 12 നമ്മൾ എഴുതുന്നു. 12 ആണ് ചോദിച്ചിരിക്കുന്നത്. 12ൻ്റെ ഫാക്ടേഴ്സ് ഏതാണ്? ഫാക്ടേഴ്സ് ഓഫ് 12. ഫാക്ടേഴ്സ് ഓഫ് 12 ആണ് ചോദിക്കുന്നത്. 12ന് ഏതൊക്കെ ഫാക്ടേഴ്സ് ഉണ്ട്? 1 ഈസ് ഇറ്റ്സ് ഫാക്ടർ. 2 എത്രയാണ്? 2 ഫാക്ടർ അല്ലേ?
2 ഇൻറ്റു 6 ആണ് 12 2 ഫാക്ടറാണ്. 3 ആണെങ്കിലോ 4 ഇൻറ്റു 3 12 ആണ് 3 ഫാക്ടറാണ്. 4 ഇൻറ്റു 3 12 ആണ് 4 ഫാക്ടറാണ്. 5 ഫാക്ടർ അല്ല 6 ഫാക്ടറാണോ? അതെ 6 ഫാക്ടറാണ്. 7 ഫാക്ടറാണോ? അല്ല 8 ഇല്ല 9 ഇല്ല പിന്നെ ആകെ 12 കൂടിയേ ഉള്ളൂ. ടോട്ടൽ ഏതൊക്കെയാണ്? 1 2 3 4 5 6 6 ഫാക്ടേഴ്സ് ഉണ്ട്. അപ്പോൾ ടോട്ടൽ നമ്പർ എത്രയാണ്? നമ്പർ ഓഫ് ഫാക്ടേഴ്സ് എത്രയാണ് അപ്പോൾ? 1 2 3 4 5 6 അല്ലേ? 6. നമ്പർ ഓഫ് ഫാക്ടേഴ്സ് എത്രയാണ് അപ്പോൾ? 6 ആണ്. ഫാക്ടേഴ്സ് എഴുതുന്നത് എങ്ങനെയാണെന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലായല്ലോ. ഓക്കെ, പ്രൈം ഫാക്ടേഴ്സ് ഏതൊക്കെയാണെന്നുള്ളത്, പ്രൈം നമ്പർ ആണെങ്കിൽ നമുക്ക് തന്നിരിക്കുന്ന സംഖ്യ പ്രൈം ആണെങ്കിൽ ആ നമ്പറും 1ഉം ആ നമ്പറും മാത്രമേ നമ്മുടെ ഫാക്ടറായിട്ട് ഉണ്ടാവുള്ളൂ എന്നൊന്ന് എല്ലാവരും മനസ്സിലാക്കി വെക്കുക. ഓക്കെ, നമ്മൾ അങ്ങനെയാണ് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമ്മൾ പോവുകയാണ്. ഇതിൽ സി ക്വസ്റ്റ്യൻ ഉണ്ട്. സി ക്വസ്റ്റ്യൻ എന്താണ്? റൈറ്റ് 20 ആസ് ദി പ്രൊഡക്റ്റ് ഓഫ് പ്രൈം നമ്പേഴ്സ്. 20 ആസ് ദി പ്രൊഡക്റ്റ് ഓഫ് പ്രൈം നമ്പേഴ്സ്. രണ്ട് പ്രൈം നമ്പേഴ്സിൻ്റെ പ്രൊഡക്റ്റായിട്ട് 20യെ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും എന്നാണ് ചോദിച്ചിട്ടുള്ളത്. 20 ആസ് എ പ്രൊഡക്റ്റ് ഓഫ് പ്രൈം നമ്പർ. പ്രൈം നമ്പർ എന്ന് പറയുമ്പോൾ എത്ര? അണ്ടർ 20യിൽ എത്ര പ്രൈം നമ്പേഴ്സ് ആണുള്ളത്? പ്രൊഡക്റ്റ് എന്നാണ് ഇതുണ്ട്. എത്ര പ്രൈം നമ്പേഴ്സ് ഉണ്ട് അണ്ടർ 20? ഏതൊക്കെയാണ് പ്രൈം നമ്പേഴ്സ് വരുന്നത്? 3 ഒരു പ്രൈം നമ്പറാണ് അല്ലേ? 1ഉം 3ഉം. 3 ഒരു പ്രൈം നമ്പറാണ്. 7 ഒരു പ്രൈം നമ്പറാണ്. ഓക്കെ, 8 പ്രൈം നമ്പറല്ല, 9 അല്ല, 10 അല്ല, 11 പ്രൈം നമ്പറാണ്. 12 ഇല്ല, 13 പ്രൈം നമ്പറാണ്. 14 ഇല്ല, 15 ഇല്ല, 16 ഇല്ല, 17 ഒരു പ്രൈം നമ്പറാണ് അല്ലേ? 17 പ്രൈമാണ്. 18 ഇല്ല, 19 പ്രൈമാണ്. ഓക്കെ, ഇതിൽ 3, 7, 11, 13, 17 ആൻഡ് 19 ഇത്രയാണ് നമ്മുടെ പ്രൈം നമ്പർ ആയിട്ട് വരുന്നത്. 20 ആസ് പ്രൊഡക്റ്റ് ഓഫ് പ്രൈം നമ്പേഴ്സ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. 20യെ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? 19നും 1ഉമായിട്ട് എഴുതാം അല്ലേ? അല്ലെങ്കിൽ 13ഉം 7ഉമായിട്ടാണ് എഴുതാം. 13, 7 ഈ രണ്ട് സംഖ്യ വെച്ച് നമുക്ക് 20 എന്ന് എഴുതിക്കൂടെ അല്ലേ? 7 ഒരു പ്രൈം നമ്പറാണ്. അതേപോലെ 13ഉം ഒരു പ്രൈം നമ്പറാണ്. 7ഉം 13ഉം പ്രൈം നമ്പർ ആയതുകൊണ്ട് അത് രണ്ടെണ്ണത്തിൻ്റെ പ്രൊഡക്റ്റ് ഓഫ് 20 ഒരു ആഡ് ചെയ്തിട്ട് 20യും പ്രൈം നമ്പറായിട്ട് നമുക്ക് കിട്ടുന്നു അല്ലേ? സിമ്പിളാണ്. പ്രൈം നമ്പറിൻ്റെ കൃത്യമായിട്ട് എന്താണ്? 1 ആൻഡ് ദി നമ്പർ ആർ ഇറ്റ്സ് ഓൺലി ഫാക്ടേഴ്സ്. 1 and the number are the only factors of the പ്രൈം നമ്പർ ഫാക്ടേഴ്സ് അത് മാത്രമേ വരുന്നുള്ളൂ. പ്രൊഡക്റ്റായിട്ട് എഴുതുവാണെങ്കിൽ 20ന് താഴെയുള്ള സംഖ്യകളെടുത്ത് എഴുതി അതിൽ 7ഉം 13ഉം കൂടെ ആഡ് ചെയ്തപ്പോൾ നമുക്ക് 20 ആയിട്ട് കിട്ടുന്നു. പ്രൈം നമ്പേഴ്സിൻ്റെ പ്രൊഡക്റ്റായിട്ട് നമ്മൾ എഴുതി. ഓക്കെ, സിമ്പിൾ അല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ, റൈറ്റ് 60 ആസ് എ പ്രൊഡക്റ്റ് ഓഫ് പ്രൈം നമ്പേഴ്സ് ആൻഡ് റൈറ്റ് ഓൾ ഇറ്റ്സ് ഫാക്ടേഴ്സ്. 60നെ നമ്മൾ അതിൻ്റെ എല്ലാ ഫാക്ടേഴ്സിൻ്റെയും രീതിയിൽ എഴുതാനാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത് അല്ലേ? അങ്ങനെയാണെങ്കിൽ 60യെ നമുക്ക് എങ്ങനെ എഴുതാം? 60യെ നമുക്ക് പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്യണം അല്ലേ? 60യെ നമ്മൾ പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്യുമ്പോൾ എന്തൊക്കെയാണ് കിട്ടുന്നത്? 60 3 വെച്ച് ചെയ്യുന്നു. 3 ഒരു പ്രൈം ഫാക്ടറാണ് അല്ലേ? 3 20 ചെയ്യുന്നു. 20 × 3 = 60 അല്ലേ? 20യെ നമുക്ക് വേറെ എന്ത് ചെയ്യാൻ പറ്റും? 2 കൊണ്ട് ചെയ്യാൻ പറ്റും. 2 ആണെങ്കിൽ എത്രയാണ്? 10 വന്നു അല്ലേ? 10 × 2 = 20. 10 2നെ വീണ്ടും നമുക്ക് 10നെ വീണ്ടും 2 കൊണ്ട് ചെയ്യുന്നു. 2 കൊണ്ട് ചെയ്തത് 5 ആണ്. 5ഉം ചെയ്തു. 5നെ 5/1 ഈ രീതിയിൽ എഴുതാൻ പറ്റും. വിച്ച് ഈസ് ഈക്വൽ ടു 3 × 2 × 2 × 5. ഇതിൽ 5 ഒരു ഫാക്ടറാണ് അല്ലേ? 5 ഒരു ഫാക്ടറാണ്. 5 ഒരു പ്രൈം ഫാക്ടറാണ്. 3 ഒരു പ്രൈം ഫാക്ടറാണ്. 2 ഒരു പ്രൈം ഫാക്ടറാണ്. വീണ്ടും 2 ഒരു പ്രൈം ഫാക്ടറാണ്. വിച്ച് ഈസ് ഈക്വൽ ടു 3, 2, 5. ഈ 3 പ്രൈം ഫാക്ടറിൻ്റെയും മൾട്ടിപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? പ്രൊഡക്റ്റ് 60 ആസ് ദി പ്രൊഡക്റ്റ് ഓഫ് പ്രൈം ഫാക്ടേഴ്സ്. ടോട്ടൽ പ്രൈം ഫാക്ടേഴ്സ് എത്രയുണ്ട്? 1, 2, 3, 4.
4 ടോട്ടൽ പ്രൈം ഫാക്ടേഴ്സ്. അതിൽ 3 3ഉം 2ഉം 5 ആണ് എന്ത് പ്രൊഡക്റ്റായിട്ട് നമുക്ക് എഴുതാൻ സാധിക്കുന്നത്. സിമ്പിളായിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ അല്ലേ? സിമ്പിളായിട്ട് നമ്മൾ ആൻസറിലേക്കും എത്തിപ്പെട്ടിട്ടുണ്ട്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ അടുത്ത ചോദ്യം. ആക്ടിവിറ്റി 6, 6ാമത്തെ ചോദ്യം എന്താണ്? ഇറ്റ് വാസ് ഡിസൈഡഡ് ടു കൺസ്ട്രക്ട് എ ഹൗസ് ഫോർ എ ക്ലാസ്മേറ്റ് ഇൻ സീനാസ് ഹൗസ്. സീനയുടെ സ്കൂളിൽ ഒരു കുട്ടിക്ക് ഒരു വീട് പണിത് കൊടുത്തു പോകുന്നു. ഓക്കെ, ഗിവൺ ബിലോ ഈസ് ദി ബാർ ഡയഗ്രാം ഷോയിങ് ദി എമൗണ്ട് റിസീവ്ഡ് ഫ്രം ദി UP സെക്ഷൻ ഓഫ് ദി UP സെക്ഷൻ ഫോർ ദി പർപ്പസ്. UP സെക്ഷനിലുള്ള കുട്ടികൾ സമാഹരിച്ച പണത്തിൻ്റെ ഒരു ചാർട്ടാണ്, ഒരു ഗ്രാഫാണ് ഇവിടെ തന്നിട്ടുള്ളത് അല്ലേ? 5A സ്റ്റുഡൻസിന് 4500 രൂപ കളക്ട് ചെയ്തു. 5B സ്റ്റുഡൻസ് 5000 രൂപ കളക്ട് ചെയ്തിരിക്കുന്നു. 6A സ്റ്റുഡൻസ് എത്രയാണ് കളക്ട് ചെയ്തത്? 7000 രൂപ കളക്ട് ചെയ്തു. 6B ആണെങ്കിൽ 6500 രൂപ കളക്ട് ചെയ്തു. ഓക്കെ, 7A എത്രയാണ് കളക്ട് ചെയ്തത്? 8000 റുപ്പീസ് കളക്ട് ചെയ്തു. 7B ആണെങ്കിൽ എത്രയാണ്? 7000 റുപ്പീസ് കളക്ട് ചെയ്തു. കൃത്യമായിട്ട് ഗ്രാഫ് മനസ്സിലായല്ലോ. ഈ രീതിയിലാണ്, ഈ ഗ്രാഫ് അനലൈസ് ചെയ്തിട്ടാണ് നമ്മൾ അടുത്ത ക്വസ്റ്റ്യൻസ് ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ക്ലാസ് കളക്റ്റഡ് ദി ലീസ്റ്റ് എമൗണ്ട്? ഏറ്റവും കുറച്ച് എമൗണ്ട് കളക്ട് ചെയ്ത ക്ലാസ് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏറ്റവും കുറച്ച്, ഈ ഒരു ഡയഗ്രാം നോക്കിയിട്ട് ഏറ്റവും കുറച്ച് കളക്ട് ചെയ്തത് ആരാണ്? ഏറ്റവും ചെറുത് ഏതാണ്? ഏറ്റവും ചെറുത് വരുന്നത് ഇതാണല്ലേ, 5A ആണ്. 5A ആണ് ഏറ്റവും കുറച്ച് കളക്ട് ചെയ്തിരിക്കുന്നത്. എത്രയാണ് കളക്ട് ചെയ്തത്? 4500 രൂപ, 4500. ബാക്കി എല്ലാവരും 5000ൻ്റെ മുകളിലാണ്. ഏറ്റവും കുറവാരാണ്? 5A ആണ്. അപ്പോൾ തന്നെ ഫസ്റ്റ് ക്വസ്റ്റിൻ്റെ ആൻസർ നമ്മൾ ചെയ്തു. രണ്ടാമത്തെ ചോദ്യം, B ക്വസ്റ്റ്യൻ എന്താണ് ചോദിച്ചിട്ടുള്ളത്? വിച്ച് ആർ ദി ക്ലാസ്സസ് ദാറ്റ് റേസ്ഡ് ഈക്വൽ എമൗണ്ട്? ഒരേ എമൗണ്ട് കൊടുത്തിട്ടുള്ള ക്ലാസ്സസ് ഏതൊക്കെയാണ് എന്നാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത് അല്ലേ? ഒരേ എമൗണ്ട് കൊടുത്തിട്ടുള്ളത്, ഒരേ എമൗണ്ട് സമാഹരിച്ചിട്ടുള്ള ക്ലാസ്സുകൾ ഏതൊക്കെയാണ്? ഈക്വൽ ആയിട്ടുള്ളത് ഏതൊക്കെയാണ്? ഈ ഒരു ഗ്രാഫിലേക്ക് ശ്രദ്ധിച്ചാൽ ഏതൊക്കെയായിരിക്കും ആ 2 ക്ലാസ്സുകൾ എന്ന് നമുക്ക് പറയാൻ പറ്റും. ഏതൊക്കെയാണ്? 6Aയിൽ 7000 ആണ് അല്ലേ? അതേപോലെ തന്നെ ഈക്വലായിട്ട് വരുന്നത് ഏതാണ്? 7B ആണ് അല്ലേ? 6A 7000 ആണ്, 7Bയും അതേപോലെ 7000 ആണ്. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് കൃത്യമായിട്ട് മനസ്സിലാക്കിയല്ലോ. 7Aയും 6Aയും അതേപോലെ തന്നെ 7Bയും 7000 റുപ്പീസ് വീതം കളക്ട് ചെയ്തിരിക്കും. അവർ രണ്ടുപേരും ഈക്വലായിട്ടാണ് കളക്ട് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അത് നമ്മൾ ഫൈൻഡ് ചെയ്തു. അടുത്ത ചോദ്യം, മൂന്നാമത്തെ ചോദ്യം, വാട്ട് ഈസ് ദ ടോട്ടൽ എമൗണ്ട് ഒബ്റ്റൈൻഡ് ഫ്രം 5A ആൻഡ് 5B ക്ലാസ്സസ്? 5Aയും 5Bയും കൂടെ കൂട്ടിയാൽ, അവർ രണ്ടുപേരും സമാഹരിച്ച പണം കൂട്ടിയാൽ എത്ര രൂപ ഉണ്ടാവും എന്നാണ് ചോദിച്ചിട്ടുള്ളത് അല്ലേ? 5Aയും 5Bയും 5A പ്ലസ് 5B എത്രയാണ് എന്നാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത് അല്ലേ? 5A പ്ലസ് 5B വിച്ച് ഈസ് ഈക്വൽ ടു എത്രയാണ്? 5A എത്രയാണ് കളക്ട് ചെയ്തത്? 5A എത്രയാണ് കളക്ട് ചെയ്തത്? 5A എത്രയാണ്? 4500 അല്ലേ? 4500. അങ്ങനെയാണ് 5Bയോ? 5B എത്രയാണ് കളക്ട് ചെയ്തത്? 5B എത്രയാണ്? 5000 ആണ് കളക്ട് ചെയ്തത് അല്ലേ? 5000. അങ്ങനെയാണെങ്കിൽ 5Aയും 5Bയും കൂടെ കളക്ട് ചെയ്ത് എത്ര എത്തിക്കും? 4500 പ്ലസ് 5000 വിച്ച് ഈസ് ഈക്വൽ ടു 9500 ആണ് അല്ലേ? 9500 ആണ് 5Aയും 5Bയും കൂടെ കളക്ട് ചെയ്ത് കിട്ടുന്ന ടോട്ടൽ എമൗണ്ട്. ക്ലിയർ ആയിട്ട് മനസ്സിലായല്ലോ? ആ ഗ്രാഫ് നോക്കുക, ക്ലിയർ ആയിട്ട് അനലൈസ് ചെയ്യുക. ക്ലിയർ ആയിട്ട് അനലൈസ് ചെയ്തിട്ട് ഓരോന്നിൻ്റെയും ഒന്ന് എഴുതിയാലും പ്രശ്നമില്ല. ഇപ്പോൾ 5A എത്രയാണ്? 5A 4500 ആണ്. കൺഫ്യൂഷൻ വരുവാണെങ്കിൽ എല്ലാം ഒന്നെടുത്ത് എഴുതി നോക്കിയിട്ട് ആൻസറിലേക്ക് പോയാലും മതി, കുഴപ്പമില്ല. ഓക്കെ, എല്ലാവരും കറക്റ്റ് ആൻസറിലേക്ക്. ഇതൊരു ഈസി ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ ഗ്രാഫ് അനലൈസ് ചെയ്ത് വരാനുള്ളത് ഉറപ്പായിട്ടും ചോദിക്കും. കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കണം എല്ലാവരും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ അത് 3 നമ്മൾ ഫൈൻഡ് ചെയ്തല്ലോ. അതിൻ്റെ D ക്വസ്റ്റ്യൻ, ഹൗ മച്ച് മോർ എമൗണ്ട് ഈസ് റിസീവ്ഡ് ഫ്രം 7B ദാൻ 6B? 6Bയേക്കാളും എത്ര കൂടുതലാണ് 7Bക്ക് കിട്ടിയത്? 6Bനേക്കാളും എത്ര കൂടുതലാണ് 7B കിട്ടിയത്? അതിനർത്ഥം എന്താണ്? 7Bയോട് 6Bയുടെ എമൗണ്ട് കുറച്ചാൽ എത്ര പൈസ കിട്ടുന്നു എന്നാണ് ചോദിച്ചത് അല്ലേ? എത്ര കൂടുതലാണ്? 6B എത്രയാണ് തന്നിട്ടുള്ളത്? 6B എത്രയാണ് തന്നിട്ടുള്ളത്? 6B എത്രയാണ് നമുക്ക് തന്നിട്ടുള്ളത്? 5A 5B 6A 6B. 6B എത്രയാണ്? 6500 ആണ് അല്ലേ? 6000. 7Bയോ? 7A 7B. 7Bയോ? 7B 8000 ആണ് അല്ലേ? 8000.
8,000. ആ 6B എത്ര കൂടുതലാണ് 7B? 8,000 മൈനസ് 6,500. അത് എത്രയായിരിക്കും? 1,500. 1,500 രൂപ 6B 7Bക്ക് കൂടുതലായിട്ടുണ്ട്. 6B 7Bക്ക് കൂടുതലായിട്ടുള്ളത് എത്രയാണ്? 1,500 റുപ്പീസാണ്. 1,500 റുപ്പീസാണ് 6B 7B കൂടുതലായിട്ടുള്ളത്. എത്രയാണെന്നാണ് ചോദിച്ചത്. കൃത്യമായിട്ട് ആൻസർ മനസ്സിലാക്കി അല്ലേ? സിമ്പിളായിട്ടുള്ളൊരു ചോദ്യമായിരുന്നു. ഓക്കെ, സിമ്പിളായിട്ടുള്ള ഗ്രാഫ് കൃത്യമായിട്ട് അനലൈസ് ചെയ്യുക എന്നാണ് നമ്മൾ ചെയ്യേണ്ടതായിട്ടുള്ളത് അല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? ഹൗ മച്ച് മോർ പ്രിപ്പയർ എ ക്വസ്റ്റ്യൻ ബേസ്ഡ് ഓൺ ദി ഡയഗ്രാം. ഈ ഡയഗ്രാം വെച്ചിട്ട് ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാക്കാനാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. എന്താ നമുക്കൊരു ക്വസ്റ്റ്യൻ ഉണ്ടാക്കാൻ പറ്റുക? ഏതൊരു ക്വസ്റ്റ്യൻ ഉണ്ടാക്കാൻ പറ്റും? നമുക്ക് ഒരുപാട് ക്വസ്റ്റ്യൻ ഉണ്ടാക്കാം അല്ലേ? നമുക്ക് ചോദിക്കാം, എന്താണ് 6A എത്ര കുറവാണ് 6B എന്നൊരു ചോദ്യം നമുക്ക് ഉണ്ടാക്കാം അല്ലേ? 6A എത്ര കുറവാണ് 6B എന്ന് നമുക്ക് ചോദ്യം ഉണ്ടാക്കാം. അതേപോലെ തന്നെ വേറൊരു ചോദ്യം നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്നതാണ് 7B എത്ര കുറവാണ് 5A സ്റ്റുഡൻസ് കളക്ട് ചെയ്തത് എന്നൊരു ചോദ്യം നമുക്ക് വേണമെങ്കിൽ ഉണ്ടാക്കാം. ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കാം. ഒന്ന് മനസ്സിലാക്കിയാൽ സിമ്പിളായിട്ട് കിട്ടുന്നൊരു ക്വസ്റ്റ്യനാണ്, ആൻസറാണ് അല്ലേ? എന്ത് വേണേൽ നമ്മുടെ രീതിയിലേക്ക് വിട്ടിരിക്കുകയാണ്. നമുക്ക് ഇഷ്ടമുള്ള ക്വസ്റ്റ്യൻ ഉണ്ടാക്കാം. ഓക്കെ, അതുകൊണ്ട് കൃത്യമായിട്ട് കണ്ടുപിടിക്കാനും പറഞ്ഞ കാര്യങ്ങൾ എല്ലാ കുട്ടികളും കൃത്യമായിട്ട് മനസ്സിലാക്കിയിരുന്ന് തന്നെ ചെയ്യുക കേട്ടോ. ആരും വിട്ട് കളയരുത്. ഈ ഒരു ക്വസ്റ്റ്യൻസും കാര്യങ്ങളൊന്നും സിമ്പിളായിട്ടുള്ളതാണ്. ഈ ഒരു ഗ്രാഫ് വെച്ച് വരുന്ന ചോദ്യങ്ങളും കാര്യങ്ങളൊക്കെ. ഓക്കെ, നമ്മുടെ 7ാമത്തെ ആക്ടിവിറ്റി വന്നിട്ട് 7ാമത്തെ ചോദ്യം വന്നിരിക്കുകയാണ്. അതൊരു ടേബിൾ റിലേറ്റഡ് ആയിട്ടുള്ളൊരു ചോദ്യമാണ് അല്ലേ? ചോദ്യം എന്താണ്? ദി ടേബിൾ ഷോസ് the information about the amount brought by some students to invest in school savings fund. കുറച്ച് സേവിങ്സ് ചെയ്യാൻ വേണ്ടി സ്റ്റുഡൻസ് ഓരോ ദിവസം കൊണ്ടുവരുന്ന പൈസയുടെ കണക്കാണ് ഇവിടെ എഴുതിയിരിക്കുന്നത് അല്ലേ? എത്രയാണ്? 20ഉം 10ൻ്റെ നോട്ടുകളാണെന്നാണ് പറഞ്ഞത് അല്ലേ? 20 രൂപ 10 രൂപയുടെ നോട്ടുകളാണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ചോദ്യം, നീനു 2 ടൈംസ് 20 രൂപ കൊണ്ടുവന്നു, 5 ടൈംസ് 10 രൂപ കൊണ്ടുവന്നു. 2 × 20 + 5 × 10. ഓക്കെ, അങ്ങനെയാണെങ്കിൽ മീനു ആണെങ്കിലോ 3 × 20 + 2 × 10. ഈ 2 ബോക്സും കണ്ടുപിടിക്കാനാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത് അല്ലേ? എങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിക്കുക? എത്രയാണ് ആദ്യം പറഞ്ഞിട്ടുള്ളത്? 3 × 20 ആണ്. ഇവിടെ എത്രയാണ്? 4 × 20 + 4 × 10 ആണ് അല്ലേ? 4 × 20 + 4 × 10. 4 × 20 + 4 × 10. 4 × 20 + 4 × 10 എത്രയാണ്? ഇസ് ഈക്വൽ ടു 4 × 20 എത്രയാണ്? 80 ആണ്. 80 + 40 ഇസ് ഈക്വൽ ടു 120 ആണ് അല്ലേ? 120 ആണ്. സിമ്പിളായിട്ടുള്ളൊരു കാര്യമാണ്. ഇതേ രീതിയിൽ നമ്മളോട് എഴുതാനാണ് പറഞ്ഞെടുക്കുന്നത്. അടുത്ത ചോദ്യം എന്താണ്? മീരയുടെ 1 × 20 + 8 × 10 ആണ് അല്ലേ? 1 × 20 + 8 × 10 ആണ് നമ്മളോട് പറയുക. അത് എത്രയാണ് ഇപ്പോൾ? 1 × 20 + 8 × 10 which is equal to 20 + 80 100. സിമ്പിൾ അല്ലേ? സിമ്പിളായിട്ട് നമ്മളത് ഫൈൻഡ് ചെയ്തിരിക്കുകയാണ്. എത്രയാണ്? 1 × 20 + 8 × 10 which is equal to 20 + 80 100. ഈ ബോക്സ് എഴുതാൻ വലിയ ബുദ്ധിമുട്ടില്ല. ഒന്ന് മനസ്സിലാക്കിയാൽ ലോജിക് ഉപയോഗിച്ച് എല്ലാവർക്കും എഴുതാൻ കഴിയുന്നതാണ്. ഒന്നും കൂടെ പറഞ്ഞു തരാം. which is equal to 20 rupees. 20ൻ്റെ 2 ആണ്. 10 rupeesൻ്റെ 5 എണ്ണം വെച്ച് എഴുതി. which is equal to 1 × 20. 1 × 20 ലാസ്റ്റ് മീരയുടെയാണ്. 1 × 20 20 + 8 × 10 80. 20 + 80 which is equal to 100 എന്ന് എഴുതി. റംലയുടെ ആണെങ്കിലോ നമ്മളെങ്ങനെയാണ് ഫൈൻഡ് ചെയ്തത്? 4 × 20 4 × 20 + 4 × 10 which is equal to 120. 80 + 40 which is equal to 120 എന്ന് നമ്മൾ ക്ലിയർ ആയിട്ട് കണ്ടുപിടിച്ചിരിക്കുന്നു അല്ലേ? സിമ്പിളായിട്ടുള്ളൊരു ടേബിളായിരുന്നു നമ്മൾ ഇപ്പോൾ കണ്ടുപിടിച്ചത്. അപ്പോൾ അതിൻ്റെ ചോദ്യം കംപ്ലീറ്റ് ടേബിൾ കംപ്ലീറ്റ് ചെയ്തു. അടുത്തത് ബി ക്വസ്റ്റ്യൻ എന്താണ്? ഇഫ് ദി നമ്പർ ഓഫ് 20 rupees നോട്ട്സ് ആർ ഡിനോട്ടഡ് ബൈ എ. നമ്പർ ഓഫ് 20 rupees നോട്ട്സിനെ എ എന്ന് ഡിനോട്ട് ചെയ്യുന്നു. ഓക്കെ, ദി നമ്പർ ഓഫ് 10 rupee നോട്ട്സ് ആർ ഡിനോട്ടഡ് ബൈ ബി. 10 രൂപയെ നമ്മൾ ബി എന്ന് എഴുതുന്നു. ആൻഡ് ദി ടോട്ടൽ എമൗണ്ട് ഇസ് ഡിനോട്ടഡ് ബൈ ടി. ടോട്ടൽ എമൗണ്ടിനെ നമ്മൾ ടി എന്ന് ഡിനോട്ട് ചെയ്യുന്നു. ഓക്കെ, ദെൻ ഹൗ ക്യാൻ യു റൈറ്റ് ദി റിലേഷൻ എമംഗ് ദം? അതിനെ നമ്മൾ റിലേഷനായിട്ട് എങ്ങനെ എഴുതാൻ കഴിയും എന്നാണ് ചോദിച്ചിരിക്കുന്നത്. 20യെ നമ്മൾ എ എന്ന് എഴുതുന്നു, 10നെ നമ്മൾ ബി എന്ന് എഴുതുന്നു. അങ്ങനെയാണെങ്കിൽ
രണ്ടിൻ്റെയും റിലേഷൻ ടോട്ടൽ എമൗണ്ട് ടി എന്ന് എഴുതുന്നു. അങ്ങനെയാണ് റിലേഷൻ എങ്ങനെ എഴുതും? 20 റുപ്പീസ്, 20 റുപ്പീസിനെ എ എന്നാണ് നമ്മൾ എഴുതുന്നത് അല്ലേ? എ ആണ്. എ പ്ലസ് ബി, 10 റുപ്പീസിൻ്റെ ബി ആണ്, വിച്ച് ഈസ് ഈക്വൽ ടു ടി. എയും എ പ്ലസ് ബി ആണ് ടി എന്ന് നമുക്ക് എഴുതാൻ കഴിയും. സിമ്പിളായിട്ടുള്ള റിലേഷൻ എന്താണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഒന്ന് എ എന്നും ബി എന്നും എഴുതുകയാണെങ്കിൽ ഏതൊക്കെയായിരിക്കും നമുക്ക് ആൻസേഴ്സ് വരുന്നത് എന്നാണ് നമ്മളോട് കൃത്യമായിട്ട് ചോദിച്ചിട്ടുള്ളത്. എ പ്ലസ് ബി ഈക്വൽ ടു ടി എന്ന് നമുക്ക് എഴുതാൻ പറ്റിയതാണ് നമ്മൾ ഇതിൻ്റെ റിലേഷനായിട്ട് നമുക്ക് എഴുതാൻ കഴിയുന്നത് അല്ലേ? സിമ്പിളാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകണോ? അടുത്ത ക്വസ്റ്റ്യൻ, ലാസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? ഫൈൻഡ് ദ വോളിയം ഓഫ് ദി ബോക്സ് ഷോൺ ബിലോ. ഫൈൻഡ് ദി വോളിയം ഓഫ് ദി ബോക്സ്. ഈ ഒരു ബോക്സ് ഒരു റെക്റ്റാങ്കുലർ ബോക്സ് ആണ് അല്ലേ? റെക്റ്റാങ്കുലർ ബോക്സ് ആണ്. ഈ റെക്റ്റാങ്കുലർ ബോക്സിൻ്റെ വോളിയം നമ്മളോട് ഫൈൻഡ് ചെയ്യാനാണ് പറയുന്നത്. വോളിയം ഓഫ് എ റെക്റ്റാങ്കിൾ എന്താണ്? ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ഇൻറ്റു ഹൈറ്റ് ആണ് അല്ലേ? LBH ആണ്. എന്ത്? വോളിയം ഓഫ് എ റെക്റ്റാങ്കുലർ ബോക്സ് LBH ആണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ വോളിയം ഇസ് ഈക്വൽ ടു, എങ്ങനെ നമുക്കതിനെ എഴുതാൻ പറ്റുക? വോളിയം ഇസ് ഈക്വൽ ടു L ഇൻറ്റു ബി ഇൻറ്റു H. ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ഇൻറ്റു ഹൈറ്റ്. എത്രയാണ്? ലെങ്ത് എത്രയാണ് തന്നിട്ടുള്ളത്? 80 സെൻറ്റിമീറ്റർ ആണ് അല്ലേ? 80 ആണ്. ഇൻറ്റു ബ്രെഡ്ത്ത് എത്രയാണ് തന്നിട്ടുള്ളത്? ബ്രെഡ്ത്ത് എത്രയാണ് തന്നിട്ടുള്ളത്? 40 ആണ് അല്ലേ? 40 ആണ്. ഇൻറ്റു ഹൈറ്റ് എത്രയാണ് തന്നിട്ടുള്ളത്? ഹൈറ്റ് തന്നിട്ടുണ്ട്. എത്രയാണ്? 10 സെൻറ്റിമീറ്റർ. ഓൺലി 10 സെൻറ്റിമീറ്റേഴ്സ്. ഓക്കെ, 10. ഇത് മൂന്നും മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ കിട്ടുന്ന ആൻസർ ആണ് എന്ത്? നമ്മുടെ വോളിയം. 80 ഇൻറ്റു 40 ഇൻറ്റു 10 വിച്ച് ഈസ് ഈക്വൽ ടു, 3 0 ഉണ്ട്. 8 ഇൻറ്റു 4 എത്രയാണ്? 32 എഴുതുന്നു. 0 0 0, 3 0 അതേപോലെ എഴുതുന്നു. 32,000 സെൻറ്റിമീറ്റർ സ്ക്വയർ ആണ്. സെൻറ്റിമീറ്റർ സ്ക്വയർ എന്ന് എഴുതാൻ വിട്ടു. 1 സെൻറ്റിമീറ്റർ സ്ക്വയർ ആണ് നമ്മുടെ വോളിയം ഓഫ് ദി റെക്റ്റാങ്കുലർ ബോക്സ്. 32,000 ആണ് നമ്മുടെ വോളിയം എന്ന് നമ്മൾ ഫൈൻഡ് ചെയ്തു അല്ലേ? 32,000. എല്ലാവർക്കും മനസ്സിലായല്ലോ? ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ഇൻറ്റു ഹൈറ്റ്, ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ഇൻറ്റു ഹൈറ്റ്, മൂന്നും കൂടെ മൾട്ടിപ്പിൾ. ലെങ്ത്തും ബ്രെഡ്ത്തും ഹൈറ്റും ക്ലിയർ ആയിട്ട് തന്നിട്ടുണ്ട് അല്ലേ? അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുന്നു, ആൻസറിലേക്ക് എത്തുന്നു, വോളിയം നമ്മൾ കണ്ടുപിടിക്കുന്നു. അങ്ങനെയാണെങ്കിൽ രണ്ടാമത്തെ ബി ക്വസ്റ്റ്യൻ എന്താ തന്നിട്ടുള്ളത്? വാട്ട് ഈസ് ദി മാക്സിമം നമ്പർ ഓഫ് ബോക്സസ് ഓഫ് ലെങ്ത് 10 സെൻറ്റിമീറ്റർ, breadth 4 cm and height 2 cm that can be stacked in the box. അതായത് നമുക്ക് തന്നിരിക്കുന്ന നമ്മുടെ റെക്റ്റാങ്കുലർ ബോക്സിൽ എത്ര ബോക്സുകൾ വിത്ത് ഡയമെൻഷൻസ്, എന്തൊക്കെയാണ് ഡയമെൻഷൻ തന്നിട്ടുള്ളത്? 10, 4 ആൻഡ് ഹൈറ്റ് 10, 4, 2 എന്ന ഡയമെൻഷൻസിലുള്ള എത്ര റെക്റ്റാങ്കുലർ ബോക്സസ് നമുക്കതിൽ ഫില്ല് ചെയ്യാൻ പറ്റും എന്നാണ് ചോദിച്ചിട്ടുള്ളത് അല്ലേ? അങ്ങനെയാണെങ്കിൽ നമുക്ക് തന്നിരിക്കുന്ന നമ്മുടെ ടോട്ടൽ റെക്റ്റാങ്കുലർ ബോക്സിൻ്റെ വോളിയം നമ്മൾ ഫൈൻഡ് ചെയ്തിരിക്കുന്നു അല്ലേ? എത്രയാണ് നമ്മൾ ഫൈൻഡ് ചെയ്തത്? വോളിയം എത്രയായിരുന്നു നമ്മൾ ഫൈൻഡ് ചെയ്തത്? വോളിയം ഓഫ് റെക്റ്റാങ്കുലർ ബോക്സ് എത്രയാണ്? നമ്മൾ കണ്ടുപിടിച്ചത് 32,000 അല്ലേ? 32,000 സെൻറ്റിമീറ്റർ സ്ക്വയർ സെൻറ്റിമീറ്റർ ആണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ന്യൂ റെക്റ്റാങ്കുലർ ബോക്സ്, നമുക്കിവിടെ തന്നിരിക്കുന്ന റെക്റ്റാങ്കുലർ ബോക്സ് ഉണ്ട്. ന്യൂ റെക്റ്റാങ്കുലർ ബോക്സിൻ്റെ വോളിയം എത്രയാണ്? വോളിയം എത്രയായിരിക്കും തന്നിരിക്കുന്നത്? ഇവിടെ ലെങ്ത്തും ബ്രെഡ്ത്തും ഹൈറ്റും തന്നിട്ടുണ്ട് അല്ലേ? ലെങ്ത്ത് എത്രയാണ് തന്നിട്ടുള്ളത്? ലെങ്ത്ത് 10 സെൻറ്റിമീറ്റർ ആണ്. 10 ഇൻറ്റു 4ഉം ഹൈറ്റ് 2 സെൻറ്റിമീറ്റർ ആണ്. 10 ഇൻറ്റു 4 ഇൻറ്റു 2 അല്ലേ? 10 ഇൻറ്റു 4 ഇൻറ്റു 2 വിച്ച് ഈസ് ഈക്വൽ ടു 40 ഇൻറ്റു 2 ഈക്വൽ ടു 80 സെൻറ്റിമീറ്റർ സ്ക്വയർ. 80 സെൻറ്റിമീറ്റർ സ്ക്വയറിലുള്ള എത്ര റെക്റ്റാങ്കുലർ ബോക്സസ് നമുക്ക് 32,000 സെൻറ്റിമീറ്റർ സ്ക്വയറിലുള്ള ബോക്സിലേക്ക് നമുക്ക് ഇടാൻ പറ്റും, സ്റ്റാക്ക് ചെയ്ത് വെക്കാൻ പറ്റും എന്നാണ് ചോദിച്ചിരിക്കുന്നത് അല്ലേ? 80 സെൻറ്റിമീറ്റർ സ്ക്വയറിലുള്ള റെക്റ്റാങ്കുലർ ബോക്സസ് എത്ര എണ്ണം ചേർന്നാലാണ് 32,000ലേക്ക് എത്തുന്നത് എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ആ നമ്പർ കണ്ടുപിടിക്കാൻ പറ്റുക? എങ്ങനെയാണ്? 80 ഇൻറ്റു എക്സ്, എത്രയോ ഒരു സംഖ്യ എക്സ് ആണ്. എത്രയാണ്? എന്താണ് വരുന്നത്? 32,000 അല്ലേ? 32,000 വരുന്നത്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് എക്സ് കണ്ടുപിടിക്കുക? എക്സ് ഈക്വൽ ടു നമ്പർ ഓഫ് ബോക്സസ് ആണ് എക്സ്.
ബോക്സസ് ആണ് എക്സ്. ഓക്കെ, എക്സിന് നമുക്ക് എങ്ങനെ ഫൈൻഡ് ചെയ്യാം? എക്സ് ഈസ് ഈക്വൽ ടു 32,000 ബൈ 80 അല്ലേ? 0 ക്യാൻസൽ ചെയ്തു. 3,200 ബൈ 8 എത്രയാണ്? 8 × 4 ആണ്, 400. ടോട്ടൽ അപ്പോഴിനി നമുക്ക് എത്ര ചെയ്യാൻ പറ്റും? 400 ബോക്സസ് വിത്ത് ഡയമെൻഷൻ 8, 4 ആൻഡ് 10. നമുക്ക് പുതിയ ഡയമെൻഷൻ തന്നിട്ട് 10 സെൻറ്റിമീറ്റർ ബ്രെഡ്ത്തും 10 സെൻറ്റിമീറ്റർ ലെങ്ത്തും 4 സെൻറ്റിമീറ്റർ ബെർത്തും അതേപോലെ തന്നെ 2 സെൻറ്റിമീറ്റർ ഹൈറ്റുമുള്ള 400 ബോക്സസ്, 400 ബോക്സസ് നമുക്ക് ഒറിജിനൽ നമ്മൾ ഫൈൻഡ് ചെയ്ത 32,000 സ്ക്വയർ സെൻറ്റിമീറ്റേഴ്സ് ഉള്ള വോളിയമുള്ള നമ്മൾ ആദ്യം ഫൈൻഡ് ചെയ്ത റെക്റ്റാങ്കുലർ ബോക്സസിലേക്ക് സ്റ്റാക്ക് ചെയ്ത് വെക്കാൻ പറ്റുമെന്നാണ് നമ്മൾ ഇതിൽ ഫൈൻഡ് ചെയ്ത ഒരു ആൻസർ. എല്ലാവർക്കും ക്ലിയർ ആയിട്ട് മനസ്സിലായല്ലോ എങ്ങനെയാണ് നമ്മൾ ആൻസറിലേക്ക് എത്തിപ്പെട്ടതെന്ന്? വോളിയം നമ്മൾ കണ്ടുപിടിക്കുന്നത്. ഇതിൽ വോളിയം കണ്ടുപിടിച്ച് എങ്ങനെയാണ്? ലെങ്ത്തിൻ്റെ ബ്രെഡ്ത്തിൻ്റെ ഹൈറ്റ്, റെക്റ്റാങ്കുലർ ബോക്സിൻ്റെ വോളിയം LBH എന്നത് മറക്കാതിരിക്കുക. കൃത്യമായിട്ട് തന്നിരിക്കുന്ന റെക്റ്റാങ്കുലർ ബോക്സിൻ്റെ വോളിയം കണ്ടുപിടിക്കുന്നത് അറിയാം, കണ്ടുപിടിക്കുക. അതിന് ശേഷം പുതിയ റെക്റ്റാങ്കുലർ ബോക്സിൻ്റെ കണ്ടുപിടിച്ചു. എത്ര ഇതേ വോളിയം ചേർന്നാലാണ് നമുക്ക് ടോട്ടൽ വോളിയം എത്തുക എന്ന് ചോദിച്ചാൽ ആഡ് ചെയ്യുക. അതിനുശേഷം എത്ര ബോക്സുകളുണ്ട് എന്ന് ജസ്റ്റ് സബ്സ്ട്രാക്ട് ചെയ്ത് ആൻസറിലേക്ക് എത്തുക എന്നാണ് നമുക്ക് ചെയ്യുക കാര്യം. ഓക്കെ, എല്ലാവർക്കും ഈ ഒരു പോർഷൻ മനസ്സിലായി എന്ന് പ്രതീക്ഷിക്കുന്നു. ഓക്കെ, സിമ്പിളായിട്ടുള്ളൊരു കാര്യമായിരുന്നു. എങ്ങനെയാണ് വോളിയം ഫൈൻഡ് ചെയ്തതിന് ശേഷം നമ്മൾ നേരെ മാക്സിമം നമ്പർ ഓഫ് ബോക്സസിലേക്കും നമ്മൾ ഫൈൻഡ് ചെയ്ത് ആൻസറിലേക്ക് എത്തുന്നു. അങ്ങനെയാണെങ്കിൽ മൂന്നാമത്തെ ചോദ്യം എന്താണ് ചോദ്യം? ഇഫ് ദി ലെങ്ത്, ബ്രെഡ്ത്ത് ആൻഡ് ഹൈറ്റ് ഓഫ് ദി ബോക്സ് ഇൻ ദി പിക്ചർ ആർ ഡബിൾഡ്, വാട്ട് വിൽ ബി ദ വോളിയം? ഹൗ മെനി ടൈംസ് ദിസ് വോളിയം വിൽ ബി ദ വോളിയം ഓഫ് ദി ബോക്സ് ഗിവൺ ഇൻ ദ പിക്ചർ? വോളിയം ഓഫ് ദി ബോക്സ് ഗിവൺ ഇൻ ദ പിക്ചർ, നമുക്ക് തന്നിരിക്കുന്ന വോളിയം എന്തായിരുന്നു? വോളിയം ഇൻ ദ പിക്ചർ, വോളിയം ഇൻ ദി പിക്ചർ എത്രയായിരുന്നു നമുക്ക് തന്നിരിക്കുന്നത്? 32,000 അല്ലേ? 32,000 സ്ക്വയർ സെൻറ്റിമീറ്റർ ആണ്. അങ്ങനെയാണെങ്കിൽ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എന്താണ്? പുതിയത് തന്നിരിക്കുന്നു. ഇഫ് ലെങ്ത്, ബ്രെഡ്ത്ത് ആൻഡ് ഹൈറ്റ് ഓഫ് ദി ബോക്സ് ഓഫ് ദി പിക്ചർ ആർ ഡബിൾഡ്, വാട്ട് വിൽ ബി ദ വോളിയം? നമുക്ക് തന്നിരിക്കുന്നതിൽ വോളിയം ഡബിൾ ആക്കി എന്നാണ് പറയുന്നത്. ലെങ്ത്തും ബ്രെഡ്ത്തും ഹൈറ്റും ഡബിൾ ആക്കി. ലെങ്ത്തും ബ്രെഡ്ത്തും ഹൈറ്റും ഡബിൾ ആക്കി. നേരെ 2L ആയിരിക്കും. 2L, 2B, 2H എല്ലാം ഡബിൾ ആക്കി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് അവിടെ തന്നിരിക്കുന്ന ലെങ്ത്തും ബ്രെഡ്ത്തും ഹൈറ്റും ഡബിൾ ആക്കി. അങ്ങനെയാണെങ്കിൽ എന്തായിരിക്കും സംഭവിക്കുക? വോളിയവും ഡബിൾ ആവും അല്ലേ? വോളിയവും ഡബിൾ ആവും. ലെങ്ത്തും ബ്രെഡ്ത്തും ഹൈറ്റും ഡബിൾ ആയ സ്ഥിതിക്ക് വോളിയവും ഡബിൾ ആവും എന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കുക. അങ്ങനെയാണെങ്കിൽ വോളിയം ഡബിൾ ആയാൽ എന്താണ് നമുക്ക് കിട്ടുക? കൃത്യമായിട്ടും ഇതിനെ ഡബിൾ ആയിട്ട് വരുന്നു. വിച്ച് ഈസ് ഈക്വൽ ടു 32,000ൻ്റെ ഡബിൾ ആയിട്ടുള്ള സൈസ് എത്രയാണ് വരിക? 64,000 അല്ലേ? വിച്ച് ഈസ് ഈക്വൽ ടു ന്യൂ വോളിയം എത്രയാണ്? 32,000 ആണ്. 32,000ൻ്റെ ഡബിൾ ആവുന്നു, വോളിയവും ഡബിൾ ആവുന്നു. വിച്ച് ഈസ് ഈക്വൽ ടു 64,000 സ്ക്വയർ സെൻറ്റിമീറ്റർ. പുതിയ വോളിയം, ലെങ്ത്തും ബ്രെഡ്ത്തും ഹൈറ്റും ഡബിൾ ആയാലുള്ള പുതിയ വോളിയം 64,000 സ്ക്വയർ സെൻറ്റിമീറ്റർ ആണ് എന്ന് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കിയല്ലോ. സിമ്പിളായിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു. 3 ക്വസ്റ്റ്യനും നമ്മൾ കൃത്യമായിട്ട് വോളിയത്തിൻ്റെ ഡെഫിനിഷനും വോളിയം, ലെങ്ത്ത്, ബ്രെഡ്ത്ത്, ഹൈറ്റ് എന്ന രീതിയിൽ അഡ്ജസ്റ്റ് ചെയ്ത് മനസ്സിലാക്കുന്നു എന്ന് വിചാരിച്ചാൽ നമുക്ക് കൃത്യമായിട്ട് ആൻസറിലേക്ക് നമുക്ക് ക്ലിയർ ആയിട്ട് എത്തിപ്പെടാൻ കഴിയുന്നു. ഓക്കെ, ഈ രീതിയിൽ ഏകദേശം 8, 16, 20 ക്വസ്റ്റ്യൻസോളം നമ്മളിപ്പം ഏകദേശം റൗണ്ട് ഓഫ് ചെയ്തിട്ടുണ്ട്. മോഡലായിട്ടുള്ള എല്ലാ ക്വസ്റ്റ്യൻസും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസാണ്. എല്ലാവരും ക്ലിയർ ആയിട്ട് ഈ മോഡൽ ക്വസ്റ്റ്യൻസ് ചെയ്യുക. അതിനനുസരിച്ച് വർക്കൗട്ടും ചെയ്ത് എക്സാമിനെ കൂളായിട്ട് പ്രിപ്പയർ ചെയ്ത് പോവുക. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത സെക്ഷനിൽ വീണ്ടും കാണാം. ബൈ.